മലങ്കരയിലെ ക്നാനായ സമുദായത്തിലെ സമീപകാല ഉരുൾപൊട്ടലുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ലൈവിനോടുള്ള പ്രതികരണമായി സാമാന്യം ദീർഘമായ ഒരു വോയിസ് ക്ലിപ്പ് ക്നാനായ സമുദായത്തിന്റെ അഭിഭാഷകനായിരിക്കുന്ന അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാം താമരപ്പള്ളിയുടെ വകയായിട്ട് പല ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ട്. എനിക്കും അദ്ദേഹം തന്നെ ആ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലിപ്പ് അതൊരു പ്രൈവറ്റ് ഡോക്യുമെന്റ് ഒന്നുമല്ല, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ വോയിസ് ക്ലിപ്പും എല്ലാവരും അതേപ്പറ്റി ചർച്ച ചെയ്യുന്നതുമായതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ നമ്മൾ ആ വോയിസ് ക്ലിപ്പ് ലിസൺ ചെയ്ത് അതേപ്പറ്റി ചർച്ച ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. ഷിബു പാസ്റ്ററിന്റെ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു വീഡിയോ മെസ്സേജ്, അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അതേം നീണ്ട ഒരു മെസ്സേജിന് എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം, എന്ന സമയം എടുക്കണം എന്നാ പാടെ ഒരു കൺഫ്യൂഷനിലിരിക്കുക. 1 മണിക്കൂർ ഞാൻ ഒരു വീഡിയോയിൽ സംസാരിച്ചു. അത് വളരെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ചില പോയിന്റുകളൊക്കെ ഉള്ളൂ. ഇതിപ്പം ബ്രഹ്മാവിനുണ്ട് ആയുസിന് പഞ്ഞു എന്ന് ചോദിക്കുന്നില്ലേ? സന്ദീപ് വക്കീലിനെ പോലുള്ള ഒരു വക്കീൽ എൻ്റെ 1 മണിക്കൂർ വീഡിയോ കേട്ടപ്പോൾ പകച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അതൊരു എളിമയുടെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു വർത്തമാനം. എന്നാ വർത്തമാനം ഇത്? നമുക്ക് കേൾക്കാൻ പറ്റി. ഇത് ഞാൻ ആരാന്നുള്ള ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ ആണോ തുടങ്ങേണ്ടത്? കാരണം അതാണ് ആദ്യത്തെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ചോദിച്ചു, ഷൂപിടിയക്കൽ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഞാൻ ആരാണെന്ന് ചോദിക്കാതെ, അതായത് ഷൂപിടിയക്കൽ ആരാണെന്ന് ചോദിക്കാതെ ഓരോരുത്തരും ഞാൻ ആരാണെന്ന് സ്വയം ചോദിക്കണമെന്ന് പറഞ്ഞു. അതാണ് ആത്മാന്വേഷണം എന്ന് പറയും. അപ്പൊ ഈ നോമ്പ് കാലമല്ലേ, ഒരു ആത്മാന്വേഷണത്തിൽ എല്ലാവരും ഇടപെടൂ എന്ന് പറഞ്ഞില്ല. അത് താങ്കൾ ആരാണെന്ന് ഞാൻ ചോദിച്ചില്ല, എനിക്കത് അറിയാൻ വേണ്ട, അങ്ങനത്തെ ഒരു ക്വസ്റ്റിനെ ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ വീഡിയോ പരിശോധിക്കാന്നാണ്, ഇറ്റ്സ് സ്റ്റിൽ അവൈലബിൾ. അപ്പൊ ഞാൻ നിങ്ങൾ ആരാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതാണ് ആത്മാന്വേഷണം. അപ്പൊ ആ ആത്മാന്വേഷണത്തിന്റെ പൂർണ്ണതയിലാണ് എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്. നമ്മളൊക്കെ അതിലേക്കാണ് പോകുന്നത്. നമ്മൾ സഞ്ചരിക്കുന്നത് ആ അൺക്രിയേറ്റഡ് ലൈറ്റിനെ ചുംബിക്കാനുള്ള അസുലഭമായ ആ മുഹൂർത്തത്തെ നോക്കിക്കൊണ്ട് ഓരോ ഓർത്തഡോക്സ് വിശ്വാസിയുടെ യാത്രാപഥം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് താമരപ്പള്ളി വക്കീൽ ആരാണെന്നൊന്നും എനിക്ക് യാതൊരു സംശയവും ഇല്ല, ചോദ്യവും ഇല്ല. ക്നാനായക്കാരാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതാണ് തെറ്റിദ്ധാരണ വരുത്തുന്നത്. ക്നാനായക്കാരാണെന്ന് ഒരുമാതിരി ഒരു ധാരണയിലാണ് ഞാൻ ഈ നാളുകളൊക്കെ ക്നാനായക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ക്നാനായ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വക്കീൽ തെറ്റിദ്ധാരണ വരുത്തണ്ട. സന്ദീപ് എബ്രഹാം വക്കീൽ ആരാണെന്നോ ക്നാനായക്കാരാണെന്നോ ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന്റെ പേരാണ് ഈ സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയും. അതായത് നമ്മൾ ഉയർത്തുന്ന ആർഗ്യുമെന്റ്സിനെ അഡ്രസ് ചെയ്യാതെ പകരം മറ്റുള്ള ആർഗ്യുമെന്റ്സ് അവർ തന്നെ ഉണ്ടാക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ ഇതാണ്. അതായത് നമ്മൾ വയലിലൊക്കെ ഈ വെള്ളരിത്തോട്ടത്തിൽ കൊണ്ട് കച്ചി കൊണ്ട് കോലം ഉണ്ടാക്കി വെക്കുന്ന പോലെ ഒരു കോലം ഉണ്ടാക്കി വെക്കുക. അതാണ് സ്ട്രോമാൻ എന്ന് പറയുന്നത്, വൈക്കോൽ മനുഷ്യൻ. ഈ വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അതിന് തീ കൊളുത്തുക, എന്നിട്ട് വിജയിച്ചെന്ന് പറയാം. അതുപോലെ നിങ്ങൾ ഈ കോലം കത്തിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. എന്റെ ചോദ്യം, ചിങ്ങവനത്തിരിക്കുന്ന സേവോറിയസ് തിരുമേനി ഏത് സിനഡിലെ അംഗമാണ്? അതിന്റെ ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം. അപ്പൊ കാതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഇത് വളരെ കർക്കശമായി നമ്മൾ ഇദ്ദേഹത്തിന്റെ ക്ലിപ്പിനെ കേൾക്കുക. ഉത്ഭവം എന്താണെന്നും സേവോറിയസ് തിരുമേനിയുടെ വ്യക്തിത്വം എന്താണെന്നും ഐഡന്റിറ്റി, ഏത് സിനഡിലെ മെമ്പർ ആണെന്നും ഒത്തിരി ചോദ്യങ്ങളാണ് ഈ മെസ്സേജിൽ വന്നിരിക്കുന്നത്. അതിന് മലയാള സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, അതെനിക്ക് വലിയ ഓഫ് ഹാൻഡ് ആയിട്ട് അറിയത്തില്ല, പക്ഷെ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഈ ഒരു അവസരത്തിൽ. അത് കുതിരവട്ടം പപ്പു പറഞ്ഞ നീ ആരാണെന്ന് നിനക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്കും ഞാൻ ആരാണെന്ന്, ഞാൻ പറഞ്ഞു തരാം നീ ആരാണെന്ന്, ഞാൻ ആരാണെന്നും എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ്. അതിനകത്തൊന്നും അർത്ഥമില്ല വക്കീൽ. ഇവിടെ അങ്ങനെ തമാശ പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ വക്കീൽ സിനിമയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതിന്റെ പാവാന്നാണ് വക്കീൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് കാര്യങ്ങൾ പറയാമല്ലോ. കാരണം സെൽഫ് ഐഡന്റിറ്റി ഷിബു പാസ്റ്ററിന് പോലും ഒരു സംശയം ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം പാസ്റ്റർ എന്ന് പറയുമ്പോൾ നോയമ്പിന്റെ സമയത്ത് ഈ തരം അലിഗേഷൻസ് കൊണ്ടുവന്നൊരു സാഹചര്യവും സമയവുമല്ല. അത് നമുക്ക് നോയമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലെവൽ ഓഫ് ഒരു അക്യൂസേഷൻസും ക്രിറ്റിസിസത്തിലോട്ടൊക്കെ അങ്ങനെ കയറായിരുന്നു. കാരണം മെത്രാന്മാരെ പള്ളു പറയുന്നുണ്ട്, അവർ നോയമ്പിന്റെ സമയത്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വ്യാമപ്രാർത്ഥന ചൊല്ലാൻ പാടില്ല, കാലുവഴി ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. പക്ഷെ പാസ്റ്റർ ഇതാണ് കുഴപ്പം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ ക്ലിപ്പ് അല്ല, എൻ്റെ വീഡിയോ അതേപടി യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോ അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. വക്കീൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. മെത്രാന്മാര് യാമപ്രാർത്ഥന ചൊല്ലണം, യാമപ്രാർത്ഥന അല്ല നോമ്പിന്റെ നമസ്കാരം ചൊല്ലണം എന്നാണ് ഞാൻ പറഞ്ഞത്. മെത്രാന്മാരോട് അത് ചൊല്ലണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു പടിവാതിക്കൽ ഇരിക്കുന്ന എന്നെ പോലെയുള്ള ഒരാള് മെത്രാന്മാരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിൽ ഒട്ടുമുക്കാൽ മെത്രാന്മാരും, അത് 2 വിഭാഗത്തിലെ യാക്കോബായിലെ ഓർത്തഡോക്സിലെ മെത്രാന്മാർക്ക് സാറ്റലൈറ്റ് നിരീക്ഷണം, പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ, ഇതെല്ലാം വെച്ച് ഞാൻ ഇവരുടെ വെയർബോട്ട്സും ഇവരുടെ ചലനങ്ങളും ഇവരുടെ അനുദിന ജീവിതവും എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം എന്റെ പണി അതായിരുന്നു. കൃത്യമായിട്ട് എന്റെ കയ്യിലുണ്ട്.
രണ്ട് വിഭാഗത്തിലെ മെത്രാന്മാർ എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എത്ര നേരം പ്രാർത്ഥിക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്, മുഴുവൻ കാര്യങ്ങളും, ഞായറാഴ്ച കുർബാന മുടക്കുന്നുണ്ടോ, കൃത്യ എല്ലാ കാര്യങ്ങളും. തീജ്വാല ശുശ്രൂഷ നടക്കുമ്പോൾ ആ തീജ്വാലയ്ക്ക് ചുറ്റും സൈക്കിൾ ചവിട്ടിക്കൊണ്ടുപോയൊരു മെത്രാനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയുന്നുണ്ട്. ഞാനിതിൽ താല്പര്യമുള്ളതുകൊണ്ട് ഒരു പഠനം എന്ന നിലയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മെത്രാച്ചന്മാരെ പള്ളു പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, സുറിയാനി സഭയുടെ യാമപ്രാർത്ഥനകൾ മുഴുവൻ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു വ്യക്തിയിൽ അതെല്ലാം റിഫ്ലക്ട് ചെയ്യും. അവരാരും അന്യായം പ്രവർത്തിക്കുകയില്ല. കാരണം അതിന് മാത്രം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനാ നമസ്കാരം കഴിഞ്ഞിട്ട് പീലക്സിനോസ് ബാവായുടെ രഹസ്യ പ്രാർത്ഥന കൂടെ എത്തിക്കാമെങ്കിൽ ആൾ ക്ലീൻ ആയിരിക്കും. വേറൊരുത്തന്റെ പള്ളി പിടിക്കാൻ പോകത്തില്ല, മറ്റൊരുത്തനെ അപകരിക്കാൻ പോകത്തില്ല, വ്യഭിചരിക്കാൻ പോകത്തില്ല, വേറൊരുത്തന്റെ ഭാര്യയെ കാണുമ്പോൾ ചിറാലിക്കത്തില്ല. ബൈബിളിലെ വാക്ക് തന്നെ കേട്ടോ. അന്യന്റെ ഭാര്യയെ കണ്ട നീ ചിറാലിക്കുന്ന എന്തിനെന്ന് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കണം കേട്ടോ, ഉപദേശം ഞാൻ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും ചെയ്യത്തില്ല. കാരണം യാമപ്രാർത്ഥനകൾ സ്വിങ്ങിങ് ഫ്രം ട്വൈലൈറ്റ് ടു ട്വൈലൈറ്റ് എന്നാണ് ഒരു സായിപ്പ് അതേപ്പറ്റി എന്നോട് പറഞ്ഞത്. ഇവിടെ ഈ ഓർത്തഡോക്സിയെ ഗൗരവമായിട്ട് സമീപിക്കുന്ന മുൻ പ്രൊട്ടസ്റ്റന്റുകാര് വെള്ളക്കാരുണ്ട്. അവർ എത്രയോ ആദരവോടെയാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് യാമപ്രാർത്ഥന ചൊല്ലരുതെന്നല്ല, നോമ്പിന്റെ നമസ്കാരം ചൊല്ലണം എന്നാ പറഞ്ഞത്. ഇതൊക്കെ ഒഴിവാക്കുന്നവരുണ്ട്, ശാരീരിക ക്ഷീണമായിട്ടും തിരക്കായിട്ടും പല കാരണങ്ങളാലായിട്ടും. ചെറിയൊരു കൗമ ചൊല്ലി ചെറിയവരിൽ ചെറിയവനായ ചെറിയാച്ചൻ ഇതാ ചെരിയുന്നു എന്ന് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയാച്ചൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അപ്പൊ അങ്ങനത്തെ പ്രാർത്ഥന അല്ലാതെ കൃത്യമായിട്ടൊക്കെ ഈ നോമ്പിലെ നമസ്കാരം ചൊല്ലണമെന്നാണ് വക്കീൽ ഞാൻ പറഞ്ഞത്, ചൊല്ലരുതെന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ ഞാൻ പറഞ്ഞ കാൽകഴുകൽ നാടകം നടത്തരുത്, നാടകമാകരുതെന്നാണ്. സേവോറിയസ് തിരുമേനി മോണ്ടി തെസ്ഡേയിലെ കാൽകഴുകൽ ശുശ്രൂഷ നടത്തുന്നുണ്ടെങ്കിൽ ഗ്രിഗോറിയസ് തിരുമേനിയെ കൂടെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു, നടത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അർത്ഥപൂർണ്ണമാണ്, കണ്ടോണ്ടിരിക്കുന്നവരെ കഴുതകളാക്കരുത്. ഇതൊക്കെ അർത്ഥപൂർണ്ണമാകട്ടെ, നമ്മുടെ കൂതാശകളൊക്കെ അർത്ഥപൂർണ്ണമാകട്ടെ. വെറുതെ അപ്പവും വീഞ്ഞ് ഇപ്പം പിന്നെ രസനായുടെ വെള്ളവും ബോണ്ടായും കൂടെ പെന്തക്കോസ്തുകാർ തിന്നുന്നതിൽ ആകരുത്. രക്തശരീരങ്ങൾ കുറച്ച് അർത്ഥം ഉണ്ടാകുന്ന എങ്ങനെയാണ്? അനുഭവിച്ചിടുന്നവർക്കായിട്ട് അനുഷ്ഠിക്കുന്നത്. അപ്പൊ കുർബാന ഒരു അനുഭവമായി തീരണം, എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസിനെ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ പരാജയം. മനസ്സിലായോ? എക്സ്പീരിയൻസിനെ എഡ്യൂക്കേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ UTC പഠിച്ചതാണ്, ഞാൻ MTCയിൽ പഠിച്ചതാണ്, ഞാൻ പിന്നെ അങ്ങ് സറാംപൂരിൽ പഠിച്ചതാണ്, ഞാൻ പിന്നെ അങ്ങ് ഡയമണ്ട് കോളേജിൽ പഠിച്ചതാണ്, പിന്നെ വിൽക്കിൻസൺസിൽ പഠിച്ചതാണ്, വ്ളാഡിമറിൽ പഠിച്ചതാണ്. ഇതൊക്കെ പറഞ്ഞത് താനവിടെ പഠിച്ചാനെങ്കിലും പഠിച്ചല്ല, എക്സ്പീരിയൻസ് ആണ്. അപ്പം എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഓർത്തഡോക്സിയിൽ അതാണ്, അനുഭവമാകണം. അപ്പോ ഈ സേവറിയസ് മെത്രാച്ചൻ തന്റെ ആജ്ഞാനിവർത്തികളായ പാർശ്വവർത്തികളായ കീഴ്ജീവനക്കാരായ രണ്ട് അച്ഛന്മാരെ അവിടെ ഇരുത്തിയിട്ട് അവരുടെ കാല് കഴുകുന്ന നാടകമായിട്ട് ഇറങ്ങില്ലെന്ന് പറഞ്ഞ്, ആ നാടകത്തിൽ കാര്യമില്ല. അത് അനുഭവമാകണമെങ്കിൽ, അർത്ഥപൂർണ്ണമാകണമെങ്കിൽ കഴുകാൻ ആ ഗ്രിഗോറിയസ് തിരുമേനിയെ കൂടെ വിളിച്ചിരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായോ വക്കീലിന്? വക്കീൽ അതിനുള്ള ഇടപാടുകൾ ചെയ്യും. നമുക്ക് ബാക്കി കേൾക്കാം. എന്നുള്ളൊരു പ്രീഫിക്സിന് ആ ഒരു ഡിസിപ്ലിനും കൂടെ വരേണ്ടതല്ലായിരുന്നോ? അതോ മിസ്റ്റർ എബ്രഹാം എന്ന് പറയുന്ന പോലെ പാസ്റ്റർ എന്ന ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ? എന്റെ പൊന്നു സന്ദീപ് പാസ്റ്ററെ, അല്ല സോറി സന്ദീപ് വക്കീലെ, ഈ പാസ്റ്റർ എന്നുള്ളത് ഞാനൊരു ശിക്ഷയായിട്ട് വെച്ചിരിക്കുന്ന. ഇപ്പൊ ഞാനത് ഫേസ്ബുക്കിൽ നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പൊ ശിക്ഷാ കാലാവധി കഴിഞ്ഞ പോലെ എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇത് അങ്ങേറ്റം അപമാനകരമായ ഒരു വാക്കാണ്. പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ അപമാനം വേറെ ഇല്ല എന്ന് കേരളത്തിൽ പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ നേതാവ് പാസ്റ്റർ TJ ശാമുവൽ പുനലൂർ, അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനേക്കാൾ അപമാനകരമായ ഒരു സംഗതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്ര അപമാനകരമായ ഒരു കാരണമാണ്, ചീത്ത വിളിക്കുന്ന പോലെയാണ്. അപ്പൊ ഒരു ദുഷ്പേര് ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്റെ മേലെ അത് തുറന്നു തരുന്നത്. എങ്ങനെയെങ്കിലും കഴുകി കളയണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ഫേസ്ബുക്ക് എന്നെ അതിന് അനുവദിക്കുന്നില്ല. അപ്പം ഞാൻ അവർക്ക് മെയിലൊക്കെ അയച്ചിട്ട് കാത്തിരിക്കുക. കാരണം ഇത് ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തപ്പം ഉണ്ടായിരുന്ന മെയിൽ ID, ആ മെയിൽ കമ്പനി തന്നെ പൂട്ടിപ്പോയി. അതാണ് പ്രോബ്ലം ആയിട്ടിരിക്കുന്നത്. സോ അത് എനിക്ക് ആക്സസ് ഉണ്ടെങ്കിലും ഈ അടിസ്ഥാനപരമായ പേര് മാറ്റം ഫേസ്ബുക്ക് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അപ്പൊ അവരതേപ്പറ്റി വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയെന്നാണ്. അതുകൊണ്ട് ഞാനത് മാറ്റും. അത് മാറ്റാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി സന്ദീപ് വക്കീൽ കുണ്ഠിതപ്പെടേണ്ട. പാസ്റ്റർ ഈസ് നോട്ട് എ ടൈറ്റിൽ. അതൊരു അതൊരു പോരായ്മയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്റെ ഷർട്ടിൽ പറ്റിയ ഒരു കറ പോലെ ഇരിക്കുന്ന ഒരു പേരാണ്. അല്ലാതെ പാസ്റ്റർ എന്ന പേരിലോ സ്ഥാനത്തിലോ ഒന്നും ഞാൻ പോയിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥാനം എനിക്കില്ല, അങ്ങനെ ഒരു പൊസിഷനും ഇല്ല. അതൊരു ഒരിക്കൽ നമുക്ക് വീണ് കിട്ടിയ ഒരു പേരാണത്. മാറാൻ ടൈം എടുക്കും. അപ്പം വക്കീൽ ആ കാര്യത്തെ പറ്റി കുണ്ഠിതപ്പെടേണ്ട. വക്കീൽ ഈ ക്ലിപ്പ് ഇറക്കിയതിനെ പറ്റി വക്കീൽ ദുഃഖിക്കാൻ പോകട്ടോ. ഞാനൊരു പ്രവചനം പറയാം, പ്രവചിക്കാറ്. അതിനൊരു പൊസിഷണൽ വാല്യൂ ഇല്ലേ, ഒരു പ്ലേസ് വാല്യൂ ഇല്ലേ ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ? അപ്പം അതിനുചിതമായ ഒരു മെസ്സേജ് അല്ല നോയമ്പിന്റെ സമയത്ത് അതും എന്നെ വെല്ലുവിളിക്കുന്നവർ. ഇതാണ് ഈ വക്കീല്. ഞാൻ വക്കീലിനെ വെല്ലുവിളിച്ചില്ല.
ഇപ്പോഴും വെല്ലുവിളിക്കുന്നില്ല, ഈ സെഷനിൽ വെല്ലുവിളിക്കത്തില്ല. ഞാൻ എന്തിനാണ് വക്കീലിനെ വെല്ലുവിളിക്കുന്നത്? വക്കീലും ഞാനുമായിട്ട് ഒരു ഡൊമൈനിൽ നിൽക്കുന്ന ആളുകളല്ല. എൻ്റെ മേഖല തിയോളജിയാണ്. ഞാൻ തിയോളജി പറയുന്ന, ചർച്ച് ഹിസ്റ്ററി പറയുന്ന ഒരാളാണ്. ഇത് രണ്ടിലും വക്കീൽ 0 ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വക്കീലിൻ്റെ മേഖല നിയമ മേഖലയാണ്. അപ്പോൾ നമ്മൾ 2 ഡൊമൈനിലാണ്. അത് തന്നെയല്ല, തിയോളജിക്കലായിട്ടും നമ്മൾ ഒരേ സഭയിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അവിടെ വലിയ ഡിസ്പ്യൂട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ബന്ധക്കോസ്തുകാരനോ ബ്രദറൻകാരനോ ഒക്കെയാണ് ഞാൻ ചിലപ്പോൾ വെല്ലുവിളിച്ച് വാടാ നമുക്ക് ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ സീറോ മലബാറുകാരനാണെങ്കിൽ പോലും ചിലപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. വക്കീലുമായിട്ട് എനിക്ക് യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ലാത്തതുകൊണ്ട് വക്കീലിനെ ഞാൻ ഏത് കാര്യത്തിലാണ് വെല്ലുവിളിച്ചത്? തിയോളജിക്കലി ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നിയമപരമായിട്ട് ഒന്നും അങ്ങനെ ഇല്ല. വക്കീലിന് തോന്നുന്നു കേട്ടോ, നോ ചലഞ്ച്, വെല്ലുവിളിച്ചിട്ടില്ല. ആ കഴിഞ്ഞ വീഡിയോ ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇങ്ങനെ തെറ്റായ ധാരണ വരുത്തുകയാണ്. നോക്കടാ, നമ്മുടെ വക്കീലിനെ അവൻ വെല്ലുവിളിച്ചു. നോ, ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് ആദ്യത്തെ ഭാഗം എനിക്ക് മാസ്റ്ററോട് പറയാനുള്ള ഒരു സംഗതി, തോമസ് മാർ അത്തനാസ്യോസും മാത്യൂസ് മാർ അത്തനാസ്യോസും ജോസഫ് മാർ ദിവനാസ്യോസും ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ മാസ്റ്ററിന് വായിച്ച് കേൾവിയുണ്ടോ എനിക്കറിയത്തില്ല. കാരണം അന്ന് മാസ്റ്റർ ജീവനോട് ഇല്ല എന്ന് എനിക്കറിയാം. 1889 റോയൽ കോടതി വിധി വായിച്ച് ഇവിടെ വക്കീല് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യം പറയാം. വക്കീലിനോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയത്ത് നടന്ന എന്നാന്ന് വക്കീലിനറിയോ? നിങ്ങളുടെ വീടിന് പുറത്ത് നടന്ന എന്നാന്നറിയോ? നമ്മൾ ജീവനോട് ആ കാലഘട്ടത്തിൽ ഇരുന്നെന്ന് പറഞ്ഞ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യം ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയുന്നുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നതിന് ഒരർത്ഥമില്ല വക്കീല്. ഇന്ന് കേരളത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും വക്കീൽ അറിഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്തറിഞ്ഞ കാര്യങ്ങൾ വക്കീൽ അറിയുന്നുണ്ടോ? അപ്പൊ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല. പിന്നെ എന്റെ അറിവിൽ സംശയം പ്രകടിപ്പിക്കുന്ന നല്ല കാര്യമാണ്. ആശ്ര വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വിറക് വെട്ടാൻ വേണ്ടി പണിക്കാർ വരും, വിറക് വെട്ടുകാർ വരും. എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിന് വിറക് ഇറക്കി വെട്ടുകയാണ്. ഈ ലോറിയെ കൊണ്ട് വിറക് ഇറക്കി ഇട്ടിരിക്കുക, വെട്ടുകാർ വരും വിറക് വെട്ടാൻ. ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് അരിശം വരും. ഈ കോടാലി എടുത്ത് ഇങ്ങനെ ഈ തള്ളവരൽ വെച്ച് ഇങ്ങനെ എന്റെ മുനയിലിട്ട് ഉരയ്ക്കുക. അതിനൊക്കെ വേറെ പണിയൊന്നുമില്ല. ഞാൻ മൂർച്ച നോക്കുന്ന. പിന്നെ അതിന്റെ പിടി ഉറച്ചിട്ടുണ്ടോ നോക്കുക, ചെറിയ പൂള് വെച്ച് അടിച്ചുറപ്പിക്കുക. ഇത് നല്ല പരുവാക്കും. ആദ്യം കോടാലിയായിട്ടാ ഇരിപ്പ്. കോടാലി കറക്റ്റ് ആക്കിയിട്ടാകും പിന്നെ പണി തുടങ്ങുന്നത്. പിന്നെ എന്ത് ചെയ്യും? വെട്ടാനുള്ള വലിയ തടിയെടുത്ത് ഉരുളുതടി എടുത്ത് അങ്ങോട്ട് വെക്കും. പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് പിന്നെ മിന്നൽ പോലെയാണ് അങ്ങനെ വെട്ടി കീറി 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 കീറി. അപ്പൊ എന്റെ സന്ദീപ് വക്കീലെ, ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത് എന്റെ കോടാലി നല്ലപോലെ ഉറപ്പിച്ചിട്ടാണ്, എന്റെ മൂർച്ചയും പരിശോധിച്ചിട്ട് ഇറങ്ങിയത്. അഴിയാൻ മനസ്സിലായിക്കോളും. അപ്പൊ അതുകൊണ്ട് വക്കീലിന് സന്ദേഹമൊന്നും വേണ്ട. കോടാലിയുടെ കൈ ഓക്കെയാണ്, കോടാലിക്ക് നല്ല മൂർച്ചയുണ്ട്. നമുക്ക് നോക്കാം. കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലാക്കിയായിരുന്നു. കാരണം തോമസ് മാർ അത്തനാസ്യൂസ് എന്ന കൈവെപ്പ് ഉണ്ടായിരുന്നതാണ്. പാത്രീസ് ബാബയുടെ അടുത്ത് പോയി ഷിമയിൽ പോയി കൈവെപ്പ് നേടി മലങ്കര വന്ന്. പക്ഷെ ഇവിടെ CMSന്റെ കൂടെ കണ്ടോ? ഇതാണ് താങ്കൾ ഒന്നുകൂടെ വായിക്കണം. തോമസ് മാർ അത്താനാസ്യോസ് ഷീമയിൽ പോയി പാത്രിക്കീസിന്റെ കൈവപ്പൊന്നും മേടിച്ചില്ല. അത് മാത്യൂസ് മാർ അത്തനേഷ്യസ് ആണ്. സോ എത്ര ഇത് നാക്കുവശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പുള്ളി വീണ്ടും ആവർത്തിച്ച് ഇത് പറയുന്നുണ്ട്. I think you are too young to talk to me, സന്ദീപ് വക്കീൽ. You are too young. പിടിക്കത്തില്ല. കാരണം ഫണ്ടമെന്റൽസിൽ തന്നെ ഇത്രയും തെറ്റ് വരുത്തുന്ന ഒരാളുടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഐ എം സോറി സന്ദീപ് വക്കീൽ, യു ആർ നോട്ട് എ കോമ്പിറ്റന്റ്. കൂടി കുറെ ഒരു ചേഞ്ചസ് വരുത്താൻ നോക്കി, ഒരു എന്താ പറയുന്ന ഒരു ലിബറലൈസേഷൻ. അല്ലെങ്കിൽ സന്ദീപ് വക്കീലിന്റെ അനുയായികൾ ആരും കരയണ്ട കേട്ടോ. ഇതൊരു നാക്കുവഴയല്ല. നാക്കുവഴയാണ് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് തോമസ് മാർ അത്താനാസിസ് ആരാണ്, മാത്യൂസ് മാർ അത്താനാസിസ് ആരാണെന്ന് എവിടെയോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇരുന്ന് തള്ളുന്നു. കേരളത്തിലെ കോടതികളിൽ ഇത് വിജയിക്കും. കാരണം കോടതികളിൽ ഹിന്ദു ജഡ്ജിമാരൊക്കെ ഇരിക്കുന്നത്, അവർക്ക് ഏതപ്പോ കോതമംഗലം ഇതേപ്പറ്റി വലിയ അറിവില്ല. വാദിക്കാൻ പോകുന്ന വക്കീലിനും അറിയത്തില്ല. വക്കീലിനെ ആരും കേസ് പഠിപ്പിക്കാറില്ല. അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരത്തിനിടയിലൂടെ ഇവർ നൂഴ്ന്ന് കിടക്കുന്നതേ ഉള്ളൂ. ഇത് ഇദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുണ്ട്. കോടതി നിങ്ങൾക്ക് വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരൻ എങ്ങനെ ഇതേപ്പറ്റി അറിയുന്നത്? കോടതി നടപടികളെ പറ്റി അറിയുന്നത്? അവിടെ സാക്ഷി വരാൻ ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? പത്രത്തിൽ നിങ്ങൾ കൊടുത്തോ? ഇല്ല. അപ്പൊ സാധാരണക്കാരായ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. കൃത്യമായും വ്യക്തമായും യുക്തമായും യുക്തിപരമായും രേഖാമൂലവും ഉള്ള തെളിവുകളുടെ സഹിതം ഞങ്ങൾ കാര്യകാരണ സഹിതം പൊതുജന മനസാക്ഷിക്ക് മുമ്പിലാണ് കോടതി. മനസാക്ഷി കോടതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വക്കീലാണ് ഞാൻ. മനസാക്ഷി കോടതി, മനസ്സിലായോ? എന്റെ ഗ്രന്ഥം സത്യമാണ്. നമ്മുടെ മാനദണ്ഡം യുക്തിയാണ്. ആധാരം തിരുവെഴുത്തുകളും ചരിത്രവുമാണ്. പ്രപഞ്ച കോടതിയിലാണ്, മനസാക്ഷി കോടതിയിലാണ് ഞങ്ങൾ കേസ് നടത്തുന്നത്. അതുകൊണ്ട് വക്കീൽ ചിന്തിക്കുന്ന പോലെ നീ എന്തുകൊണ്ട് കോടതി വന്നില്ല? ഇതൊക്കെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ ചീപ്പ് വാദങ്ങളാണ്, വില കുറഞ്ഞ വാദങ്ങളാണ്. ഒരു നല്ല കറ തീർന്ന 916 ഇന്ത്യൻ ഓർത്തഡോക്സുകാരനെയാണ് ഞാൻ സന്ദീപ് വക്കീലിൽ കാണുന്നത്. മനസ്സിലായോ? കൗശലക്കാരനായ അത് ചരിത്രത്തിന്റെ ഇടനാഴികളിൽ അത് ഒരുപക്ഷെ നമുക്ക് യൂതയായിട്ടോ അല്ലെങ്കിൽ ദുർവാസാവായിട്ടോ നാരദനായിട്ടോ ഇയാഗോ ആയിട്ടോ കാലാകാലങ്ങളിൽ പല പേരുകളിലും രൂപങ്ങളിലും വരുമെങ്കിലും ഒരു 916 ഇയാഗോ ആയിട്ടാണ് സന്ദീപ് വക്കീൽ ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നത്. ഇയാഗോ ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ വായിച്ചാൽ മതി. പ്രൊട്ടസ്റ്റന്റ് തിയോളജിയിലോട്ട് ഒരു ലയിക്കുന്ന രീതിയിൽ കുറെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അതിന് എതിരെയാണ്
അന്ന് ഇടവഴിക്കലിലെ കോറിയച്ചൻ്റെ ഒരു എഴുത്തിൻ്റെ മറുപടിയായിട്ട് അന്ന് പാത്രീസ് ബാബ അന്ന് റിയാക്ട് ചെയ്തു. ഇവിടെ മെത്രാൻ പട്ടത്തിന് വേണ്ടി വരുന്ന അച്ഛന്മാർ വലിയ ഭവ്യതയോടെയാണ് വരുന്നത്. എന്നാൽ മെത്രാൻ പട്ടം കിട്ടിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ ചുവന്ന കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മട്ടും ഭാവമെല്ലാം മാറും, അഹങ്കാരം തലയിൽ കയറും. ഇത് സേവറസ് തിരുമേനിയെ ട്രോൾ അല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ സന്ദീപ് വക്കീലെ? ചുവന്ന പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പാത്രികീസിന് പിന്നെ അത് വെക്കത്തില്ലെന്നാണ് സന്ദീപ് വക്കീൽ പറഞ്ഞത്. അന്ന് വേറൊരു ഇംഗ്ലീഷിൽ പ്രോവർബ് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്, പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അതാണ് അധികാരം ദുഷിപ്പിക്കുന്നു, സമ്പൂർണ്ണ അധികാരം സമ്പൂർണ്ണമായി ദുഷിപ്പിക്കുന്നു. തോമസ് അത്തനാസ്യോസ്. അപ്പൊ ആ സമ്പൂർണ്ണ അധികാരം സേവറസിന് കൊടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് കോടതി വിധികളുടെയും ഭരണഘടനയുടെ ദുർവ്യാഖ്യാനവും കൊണ്ട് സേവറസ് എന്ന് പറയുന്ന മെത്രാച്ചനെ സമ്പൂർണ്ണാധികാരിയാക്കി പ്രതിഷ്ഠിക്കുക വഴി ജ്ഞാനായ സമുദായത്തെ സമ്പൂർണ്ണമായി ദുഷിപ്പിക്കാനാണ് താനടക്കമുള്ള സിൽബന്ധികള് അല്ലെങ്കിൽ താനടക്കമുള്ള പ്രകൃതികളുടെ ശ്രമം എന്നാണ് സന്ദീപ് വക്കീല് അറിയാതെ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോമ്പിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ ഒരു 1.5 ലക്ഷണമാണ് സന്ദീപ് വക്കീൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങള് പരമാധികാരം സേവറസിന് കൊടുത്തുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ദുഷിപ്പിക്കും, ഞങ്ങളെ ദുഷിപ്പിക്കും, ജ്ഞാനായ സമുദായത്തെ മുഴുവനും ദുഷിപ്പിക്കും. പവർ കറപ്റ്റ്സ്. യു ആർ റൈറ്റ്. പറ്റിയ ഒരു ഇഷ്യൂ എന്താണെങ്കിലും അതിനുശേഷം ജോസഫ് മാർ ദമനാസ്യോസിന് കൈവെപ്പ് കൊടുത്തു പാത്രീസ് ബാബ മലങ്കര മെത്രാപ്പൊലീത്ത ആവാനായിട്ട്. പക്ഷേ അതാണ് ശുഭ ബിഡിയിൽ പാസ്റ്റർ മനസ്സിലാക്കേണ്ടത്. ജോസഫ് താങ്കൾ പറയാനുള്ള പറഞ്ഞു, എനിക്ക് ട്യൂഷൻ തരാൻ നോക്കണ്ട. കാരണം താങ്കളിൽ നിന്ന് ട്യൂഷൻ എടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ബേസിക് ഫണ്ടമെന്റൽസ് പോലും ശരിയായി മനസ്സിലാക്കാത്ത ഒരാളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും. താങ്കൾ പറഞ്ഞു, പൊതുജനം കേൾക്കട്ടെ. ദമനാസ്യോസ് തിരുമേനി മലങ്കര വന്നിട്ട് ഉടനെ ഇവിടെ പള്ളികൾ കയറാനും കൽപ്പന അയക്കാനും ഒന്നും തുനിഞ്ഞില്ല. ഇവിടെ ജ്ഞാനായ സമുദായത്തിലെ ഗ്രിഗോറിയസ് തിരുമേനി ചെയ്യുന്ന പോലെ എന്നെ ചുമതലപ്പെടുത്തി ഞാനാണ് ഇനിയിപ്പം മെത്രാപ്പൊലീത്ത ഇൻചാർജ്, എൻ്റെ കൽപ്പന വേണം എല്ലാവരും അംഗീകരിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രാമ അന്ന് നടന്നില്ലായിരുന്നു. 1865 അങ്ങേർക്ക് പട്ടം കിട്ടിയതും. അതിനുശേഷം തോമസ് മാർ അത്തനാസ്യോസ് കാലം ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്തു. അത് ചരിത്രം ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ കോടതി വിധി ഒന്ന് വായിക്കുക. തോമസ് മാർ അത്തനാസ്യോസ് കാലം ചെയ്തതിനു ശേഷം മാത്യൂസ് മാർ അത്തനാസ്യോസ്. എന്താ ഇയാളീ പറയുന്നത്? ഈ തോമസ് മാർ അത്തനാഷ്യസ് ആരാണ്? മാത്യൂസ് മാർ അത്തനേഷ്യസ് കാലം ചെയ്തപ്പോൾ തോമസ് മാർ അത്തനേഷ്യസ് കയറി. മാത്യൂസ് മാർ അത്തനേഷ്യസ് കാലം ചെയ്യുന്നതിന് മുമ്പ് തോമസ് മാർ അത്തനേഷ്യസിന് കൈവപ്പ് കൊടുത്തു. ഈ ചരിത്രം സന്ദീപ് വക്കീൽ ഒന്ന് പഠിക്കണം. ഈ വക്കീലല്ലേ ഞാൻ, പിന്നെ ജഡ്ജി ആണ്ട് കുഴപ്പമില്ല. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലായി, നിങ്ങളൊരു അഡ്വക്കേറ്റും അഭിഭാഷകനും വിദ്യാഭ്യാസമുള്ളൂ. ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാനൊരു പെന്തക്കോസ്തിലെ പാസ്റ്ററാണ്. ഞാൻ ഈ സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ കേട്ട് ഇവിടേക്കൊന്നും പിന്നെ കണ്ട കാര്യത്തിന് ചില അഭിപ്രായം, ഇതിനപ്പുറത്ത് എനിക്ക് യാതൊരു ക്രെഡൻഷ്യലും ഇല്ല. ഞാനൊരു തെറ്റ് പറഞ്ഞാലും വലിയ തരക്കേടില്ല. അതുപോലെയാണോ നിങ്ങൾ? ഒന്നാമത് ജ്ഞാനായക്കാരനാണ്, താമരപ്പള്ളി കുടുംബക്കാരനാണ്, നിങ്ങളിപ്പോൾ വക്കീലാണ്, വലിയ സംഭവമാണ്. അപ്പൊ ഇതുകൊണ്ട് ഇത്തരം മണ്ടത്തരം പറയരുത്. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം വക്കീലെ പുറത്തോട്ടൊക്കെ ക്ലിപ്പ് വിടാൻ. വക്കീൽ പറഞ്ഞിരിക്കുന്ന ലാഭത്തോ അതൊന്നും ശരിയായ ചരിത്രമല്ല. അനിയനോ അന്തരനോ ആരെങ്കിലും ആയിക്കോട്ടെ, തോമസ് മാർ അത്തനാസ്യോസ് മലങ്കര മെത്രാപ്പൊലീത്ത പട്ടം ക്ലെയിം ചെയ്തിരുന്ന സമയത്താണ് ആലപ്പുഴ ഹുസൂർ കച്ചേരിയിൽ ഒരു കേസ് കൊടുത്തത്. ആലപ്പുഴ ജില്ലാ കോടതിയിൽ. അതായത് തോമസ് മാർ അത്തനാസ്യോസിന് പാത്രീസ് ബാബയുടെ കൈവെപ്പില്ല, അതുകൊണ്ട് മലങ്കര മെത്രാപ്പൊലീത്താവാനുള്ള യോഗ്യതയില്ല. അതാണ് അന്നത്തെ റോയൽ കോടതിയുടെ വിധിയിൽ അവസാനിക്കുന്നതും. തോമസ് മാർ അത്തനാസ്യോസിന് പകരമായിട്ട് ജോസഫ് മാർ ദമനാസ്യോസിനെ മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് അംഗീകരിക്കുന്ന 1889 റോയൽ കോടതി വിധി. മാത്യൂസ് മാർ അത്തനേഷ്യസ് കറക്റ്റ് ആരെങ്കിലും ഇതിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ ഒരു സംഗതി ഷിബു പാസ്റ്റർ വായിച്ച് ഞാൻ വായിച്ചത് കറക്റ്റായിട്ടാണ് വക്കീലിനെ പോലെ ഒരുപാട് വായിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഞാൻ വല്ലപ്പോഴും ചാലല്ലേ വായിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഓർത്തിരിക്കും. ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. രണ്ടാമത് 1911 വട്ടശ്ശേരി തിരുമേനി അബ്ദുൽ മഷിയെ അല്ലെങ്കിൽ അബ്ദുള്ള രണ്ടാമൻ ബാവയെ തള്ളി പറഞ്ഞ അബ്ദുൽ മഷിയിൽ നിന്ന് പട്ടം വാങ്ങിച്ചെന്നോ, അതൊക്കെ ആക്ച്വലി ഇന്ന് ആർക്കും സോഷ്യൽ മീഡിയയിൽ എന്തും വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാവർക്കും കോടതിയിൽ പോയി മൊഴി കൊടുക്കാനായിട്ട്. അത് ഇന്റർപ്രീറ്റർ സൂട്ട് തൊട്ട് പല തട്ടിലും പല കേസുകളും പല സാക്ഷിമൊഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും അവസരം ഉണ്ടായിട്ട് പോലും പ്രോപ്പർ തെളിവ് കോടതി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതാണ് അവസാനത്തെ വിധിയിൽ വന്നിരിക്കുന്നത്. ദി ജേക്കബൈറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ക്ലെയിമൻസ്, അത് മറ്റേ ഇന്റർപ്രീറ്റർ സൂട്ടിലെ ബി പാർട്ടി, ബാബ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കാരണം ഇതെല്ലാം ഓഫൻഡായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പുസ്തകം മുന്നേ വെച്ചിട്ടല്ല, ഞാൻ റെഫർ ചെയ്തിട്ടല്ല ഈ പറയുന്നത്. ഏതായാലും ഇന്റർപ്രീറ്റർ സൂട്ടിൽ ഈ ഒരു ചർച്ച വന്നു, തർക്കം വന്നു. എന്നിട്ട് കോടതി അവസാനം എഴുതി വെച്ചിരിക്കുന്നത് they were not able to convince the court that that വട്ടശ്ശേരി തിരുമേനി had disowned the വക്കീലെ അധികം ബുദ്ധിമുട്ടുണ്ട്. വട്ടശ്ശേരി തിരുമേനിയെ പെയിന്റ് അടിക്കുക, ഡിഫെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് വക്കീലിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. വട്ടശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ ഈ
സമീപകാലത്ത് പ്രണയപത്രാന്ന് കാമുകന്മാരെ പേര് പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി ഒരു വിറയൽ വക്കീലിനെ ബാധിക്കുന്നുണ്ട്. ഒരു ഭവ്യത, പുതിയ ബന്ധത്തിന്റെ ആണത്. പുതുക്ക ബന്ധം ഉണ്ടാകുമ്പം ഉണ്ടാകുന്നതാണ്. എന്തോ ഒരു കഞ്ഞിക്കുഴി മണം വക്കീലിന്റെ വാക്കുകളിൽ കൂടെ അടിക്കുന്നുണ്ട്. വടശ്ശേരി പുണ്യവാനാണെന്നാണ് Patriarch Abdullah II and illegitimately accepted Abdul Mashia as the patriarch. വട്ടശ്ശേരി തിരുമേനി ആരെയും തള്ളി പറഞ്ഞില്ല. അതാണ് ഈ ആരെയും തള്ളി പറയാത്ത, അതാണ് ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരുടെ ഒരു ഒന്നാമത്തെ ലക്ഷണം. മനസ്സിലായി? ഇത് കൃത്യം ആരാന്നും എന്താണെന്നൊന്നും അറിയത്തില്ല, എല്ലാവരും സ്വീകരിക്കും. അത് വേശ്യാലയത്തിലെ പതിവാ. ഏതപ്പം വന്നാലും കൈ കൊടുത്ത് സ്വീകരിക്കും. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. മനസ്സിലാക്കണം വക്കീലെ. തള്ളി പറയണം. നീ തള്ളുന്നതിനെ ഞാൻ തള്ളുന്നെന്നും നീ കൊള്ളുന്നതിനെ ഞാൻ കൊള്ളുന്നെന്നുമാണ് മെത്രാനാകുമ്പം പ്രതിജ്ഞ എടുക്കുന്നത്. ഇതെല്ലാം വക്കീലിനറിയോ? അല്ല, എല്ലാത്തിനും വാരി വലിച്ച് മടിയിലോട്ട് വെക്കുന്ന അല്ല സത്യവിശ്വാസം, അതല്ല സ്നേഹം. ഇതെന്തോ ആയി മനസ്സിലാക്കുന്നത്? തള്ളേണ്ടതിനെ തള്ളുകയും കൊള്ളേണ്ടതിനെ കൊള്ളുകയും ചെയ്യണം. അതുകൊണ്ടല്ലേ വക്കീലാദ്യം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സുപ്രീം കോടതിയുടെ വിധിക്കകത്ത് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പം ഷിബു പാസ്റ്റർ അതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ആ സമയത്ത് ഞാൻ ജീവനോട് ഇരിപ്പില്ലായിരുന്നു, എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല, ജീവനോടിരുന്ന ആരെയും ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ ഇദ്ദേഹം ഈ ജീവനോട് ഇരിക്കുന്ന കാര്യം പറഞ്ഞേ വക്കീൽ, അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ജീവനുള്ളവനും നിനക്ക് പേരുണ്ടെങ്കിലും നീ ചത്തവനാകുന്ന. കാരണം ഇതെല്ലാ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും നമ്മൾ അറിയുന്നുണ്ടോ? 2026 നടന്ന എല്ലാ കാര്യവും നമുക്കറിയോ? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചരിത്രമല്ലേ പറയുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ അപ്പൊ അവിടെ നമ്മൾ ജീവനോട് ഇരുന്നോ ഇല്ലയോ എന്നുള്ളതിന് എന്താ പ്രസക്തി? പക്ഷേ ജീവനോടിരുന്ന ആൾക്കാർ അന്ന് കോടതിയിൽ പോയി മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു കോടതി അതിന്റെ ക്ലിയർ എവിഡൻസ് കൊടുക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് ആ വിധി വന്നിരിക്കുന്നത്. ഇനി അതോ വിധി തെറ്റുണ്ടായിരുന്നെങ്കിൽ അത് ചലഞ്ച് ചെയ്യായിരുന്നു, ആർക്കാണെങ്കിലും ചലഞ്ച് ചെയ്യായിരുന്നു. കാരണം ഇപ്പോൾ ഷിബു പിടിക്കലിൽ ക്ലിയർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ആ ക്ലിയർ പ്രൂഫ് ഒക്കെ അന്ന് കോടതിയിൽ അപ്പീൽ ആയിട്ട്. ഇതാണ് ഈ പ്രശ്നം. കണ്ടോ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ക്ലിയർ പ്രൂഫ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ വിഷമിപ്പിക്കുകയാണ്. ഈ യാക്കോബായ സഭയ്ക്ക് വേണ്ടി കേസ് നടത്തിയവര് വലിയ വീഴ്ച വരുത്തി, അത് നമ്മൾ സമ്മതിക്കുന്നു. ഇനി ഒന്നാം സമുദായ കേസ് എങ്ങനെയാണ് തോറ്റത്, അവിടെ സംഭവിച്ചെന്തൊക്കെയാണ്, അതിന്റെ കൃത്യമായ ഒരു ചരിത്ര പഠന ഗ്രന്ഥം ഇപ്പോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മാത്യു നാരകേട്ട് വളരെയധികം പണിപ്പെട്ട് ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. വാട്സാപ്പിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ തരാം, ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടും. ഈ ചരിത്രം മുഴുവൻ വളരെ, വക്കീലും വേണം ഒരെണ്ണം മേടിച്ചു, വക്കീലും വേണം ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാം, വക്കീലും അത് വായിക്കും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ലൈവിന്റെ ദാറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് എ സിംഗിൾ ലൈഫ്. അതുകൊണ്ട് വളരെ ബൃഹത്തായ വിഷയമാണ്. ആരൊക്കെയാണ് ചതിച്ചത്, എന്തൊക്കെയാണ് ഒതുക്കിയത്, എന്തൊക്കെയാണ് മറച്ചത്, എന്തൊക്കെയാണ് മാറ്റിയത്, എന്തൊക്കെയാണ് തിരുത്തിയത്, എന്തൊക്കെയാണ് മായ്ച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെയാണ് ചതിയന്മാര്, ആരൊക്കെയാണ് ഒറ്റുകാർ, ആരെയൊക്കെയാണ് വിലക്കെടുത്തത്, ആരെയൊക്കെയാണ് നിശബ്ദരാക്കിയത്, ആരെയൊക്കെയാണ് ഉറക്കി കിടത്തിയത്, ആരൊക്കെയാണ് ആബ്സെന്റ് ആയത്, കോടതി വരാൻ മടിച്ചത്, ഇങ്ങനെയുള്ള എല്ലാ പുണ്യവാള നാടകങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ചരിത്ര കുതുകികളായ നിഷ്പക്ഷരായ സത്യവിശ്വാസികൾക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് വക്കീൽ വല്ലാതെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വീഞ്ഞു കുടിച്ചിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ എവിഡന്റ് ആയിട്ട് വരികയാണ്. ഫയൽ ചെയ്യേണ്ടതല്ലായിരുന്നോ? അത് ചെയ്യാതെ, അന്ന് ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ ഇപ്പം കയറിയ അതെല്ലാം ക്ലിയർ എവിഡൻസ് ഞാൻ തന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ 942 കേസിൽ ഞാൻ പോയി കക്ഷിയായിരുന്നു, സാക്ഷിമൊഴി കൊടുക്കാത്തത് കൊണ്ട് എനിക്കിന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് താൻ അന്ന് പറയണമായിരുന്നു, താൻ ഇന്ന് പറയണ്ട എന്നൊക്കെയുള്ള വാദമാണ് വക്കീൽ ഉന്നയിക്കുന്നത്. അതിലൊന്നും അർത്ഥമില്ല വക്കീലെ. ഞാൻ ചോദിക്കുന്ന ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ മലങ്കരയിലെ പൊതു മനസാക്ഷിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ യുദ്ധം ചെയ്യുന്ന മനസാക്ഷി കോടതിയിലാണ്. സത്യമാണ് എന്റെ വാള്, തിരുവെഴുത്തുകളും ചരിത്രവുമാണ് എന്റെ ഗ്രന്ഥം, അടിസ്ഥാനം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ അബ്ദുൽ മശീഹ പാത്രക്കീസ് സ്ഥാനത്ത് നിന്ന് മാറി അബ്ദേദ് അലോഹോ പാത്രക്കീസ് ആണ് ഇപ്പോൾ നമ്മുടെ പുതിയ പാത്രക്കീസ് എന്ന് മലങ്കരയിൽ അറിയിച്ചിരുന്നോ ഇല്ലയോ? വക്കീൽ മറുപടി പറയണം. മലങ്കരയിലുള്ളവരെല്ലാം അറിഞ്ഞിരുന്നു, കൊച്ചു വെച്ചടക്കം അറിഞ്ഞു, മെഴുതിരി എത്തിച്ചു വെച്ചത് സ്വീകരിച്ചു. പിന്നെ ഇവിടുന്ന് പട്ടയക്കാൻ ഈ മല്ലപ്പള്ളി വട്ടശ്ശേരി ഗീവറീസ് അടക്കമുള്ളവർ പോയത് അബ്ദേദ് ആലോഹയുടെ അടുത്ത്, അബ്ദുള്ള പാത്രക്കീസിന്റെ അടുത്ത് പോയിട്ടാണ് പട്ടം മേടിച്ചു, അല്ലാതെ അബ്ദുൽ മശീഹയുടെ അടുത്തല്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലും അബ്ദുൽ മശീഹ ഡീപോസ്ഡ് ആണെന്ന് മലങ്കരയ്ക്ക് അറിയാം. ആ ഡീപോസ്ഡ് പാത്രക്കീസിനെ രാത്രിയിൽ കോട്ടയമാണ് സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആ കോട്ടയം ടൗണിൽ പോലും കയറ്റാതെ തലയുമുണ്ടിട്ട് കൊണ്ടുപോയി നിരണത്ത് കൊണ്ടുപോയി അവിടെ പോയി കാതോലിക്ക വാഴ്ച നടത്തിയെന്ന് നുണ പ്രചരിപ്പിച്ചു. കാതോലിക്ക വാഴ്ച നടന്നിട്ടില്ല, അയാൾ പേടിച്ച് കാറുകായിരുന്നു. എന്നെ കൊല്ലാൻ വരുന്നതെന്നാണ് അബ്ദുൽ മശീഹ പാത്രക്കീസ് ബാവ അവിടെ കടന്ന് കാറ് തിരശ്ശേരി വലിച്ചിട്ടിട്ടായിരുന്നു. തിരശ്ശേരിക്ക് പുറത്തേക്ക് കേട്ട ശബ്ദം അതായിരുന്നു, എന്നെ കൊല്ലാൻ വരുന്നതെന്ന്. ഇതല്ലെങ്കിൽ വക്കീൽ അന്വേഷിച്ചു നോക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിലല്ല വിധിക്കുന്നത്, കോടതിയിലായിരുന്നു വിധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയാം, ആ അഭിപ്രായത്തിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കോടതിയിൽ വിധിച്ചു തൂക്കിക്കൊന്ന് ബാക്കിയുള്ളവർ മിണ്ടായിരിക്കണമായിരുന്നു, കോടതി ചെന്ന് പറയണമായിരുന്നു എന്ന് പറയണം. പിന്നീട് പുതിയ ആളുകൾ മുഴുവൻ കാണാതെ അവനിൽ വിശ്വസിച്ചു. വക്കീൽ പറയാണ് കാണണം, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ലേ യേശുവമ്പരാൻ പറഞ്ഞ്. അങ്ങനെയല്ലേ ഈ ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്? കോടതി പോയി പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. കോടതി വിധികളെ ഭേദിച്ചുകൊണ്ടും അതിനെ ജയിച്ചുകൊണ്ടും അത്തരത്തിലുള്ള വിലങ്ങുകളെ പൊട്ടിച്ചുകൊണ്ടും മുദ്രകളെ
തകർക്കാതെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്നാ പറയുന്നത്. അപ്പം മുദ്രകൾ നിങ്ങൾക്ക് ഇരിക്കട്ടെ, ഉയർപ്പ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ. അപ്പൊ മുദ്ര നിയമത്തിൻ്റെതാണ്, കോടതിയുടേതാണ്, അത് പൊട്ടിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. മുദ്ര എവിടെ ഇരുന്നോട്ടെ, ഉയർക്കുന്നതിന് തടസ്സമില്ലല്ലോ. മുദ്രയ്ക്ക് ഏതും ഭംഗം കൂടാതെ അവൻ ഉയർത്തു എന്നാണ് നമ്മുടെ ലിറ്ററേച്ചർ വായിക്കുന്നത്. അതുകൊണ്ട് മുദ്ര വക്കീലിന്റെ ഇരിക്കട്ടെ, ഉയർപ്പ് ഞങ്ങൾക്കും ഇരിക്കട്ടെ. ഒരു സാങ്ക്ടിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. കർത്താവിന്റെ ഉയർപ്പിന് സാങ്ക്ടിറ്റി ഇല്ലെന്നാണ് സന്ദീപ് വക്കീൽ പറയുന്നത്. പിന്നെ ഒസ്താത്യോസ് ബാബയുടെ കാര്യം ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഷിബു പീരിയൽ പാസ്റ്റർ ഒസ്താത്യോസ് ബാബയുടെ കാര്യത്തിൽ ഒരു കറക്റ്റ് ഒരു വേർഷൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് ബാബയെ കുറിച്ച് ചെറിയൊരു തെറ്റുണ്ട്, അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. കാരണം ചെമ്മാച്ചനായിട്ടല്ല നിക്കിൻ സിനോദോസിൽ വന്നത്, അന്ന് ആര്യൂസിനായിരുന്നു ആഗ്രഹം. സന്ദീപ് എബ്രഹാം വക്കീലെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാം. യു ആർ ടു യങ് ടു ടോക്ക് ഓൾ ദീസ് തിങ്സ്. മനസ്സിലായത്? ഞാൻ കുറെ വർഷമായിട്ട്, നിങ്ങൾ നിയമം പഠിച്ചില്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതം തുലച്ച് വേദോസവും ചരിത്രവും ദൈവശാസ്ത്രവും പഠിച്ചിരിക്കുന്നത്. ചുമ്മാ സോഷ്യൽ മീഡിയ തള്ളാൻ വന്നിരിക്കുകയല്ല. ഓക്കെ, അത്തനേഷ്യസ് നിക്കാ സുന്നോദോസ് നടക്കുമ്പോൾ ഒരു ചെമ്മാച്ചനായിരുന്നു എന്ന് ഞാൻ ഒരുപാട് ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 12 വർഷമായിട്ട് ഇത് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ചലഞ്ച് വന്നത്. ചെമ്മാച്ചനല്ലായിരുന്നു, പുള്ളി മെത്രാച്ചനായിരുന്നു. ഇതാണ് സന്ദീപ് വക്കീൽ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പഠിക്കണമെന്ന് പറയും. ക്ലിപ്പ് ഇറക്കുന്നതിന് വക്കീലിൽ ഒന്നുകൂടെ പഠിക്കാമല്ലേ. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്നവർ പഠിച്ചു നോക്കുക. എൻ്റെ അറിവില് 325 സൂനോദോസ് നടക്കുന്നത്. ഈ അത്തനേഷ്യസ് എന്ന് പറയുന്ന വളരെ സമർത്ഥനായ കുസൃതിയുള്ള ഒരു ബാലനായിരുന്നു. ഇവരിങ്ങനെ കടൽ തീരത്ത് കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പിള്ളേരെ, കൂട്ടുകാരെ പിടിച്ച് മാമോയിസ കൊടുത്തു. ഈ അത്തനേഷ്യസ് കൊച്ചു പിള്ളേരാണ്, ഇവരെല്ലാം കളിക്കുകയാണ്. അപ്പൊ അത്തനേഷ്യസ് വിളിച്ച് ഓരോരുത്തരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇങ്ങനെ മാമോയിസ കൊടുക്കും. ഇത് അലക്സാണ്ട്രിയയുടെ മെത്രാച്ചൻ, അദ്ദേഹത്തിന്റെ ഒരു അലക്സാണ്ടർ എന്നാണ്, അലക്സാണ്ട്രിയോസ്, അദ്ദേഹം കണ്ടു കഴിഞ്ഞ് പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു. ഇത് തമാശ അല്ലല്ലോ ഇങ്ങനെ മാമോയിസ കൊടുക്കുന്നു. അപ്പൊ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പം ഈ അത്തനേഷ്യസ് പറഞ്ഞു കൊടുത്ത വിശ്വാസവും ചെയ്ത ക്രമവും എല്ലാം കറക്റ്റാണ്. കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം വിളിച്ചു വരുത്തി സംഗതിയുടെ ഗൗരവം പറഞ്ഞു. പിള്ളേരെല്ലാം ക്രിസ്ത്യ വിശ്വാസപ്രകാരം മാമോയിസ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവരെ മാമോയിസ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പൊ മാതാപിതാക്കൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ അത്തനേഷ്യസ് ഈ കൊച്ചു ചെറുക്കം കൊടുത്ത മാമോയിസ വാലിഡാണ് എന്ന് അലക്സാണ്ട്രിയസ് മെത്രാൻ കൽപ്പിച്ചു. അങ്ങനെ അത്തനേഷ്യസിനെ തന്റെ സഹായിയായിട്ട് കൂടെ കൂട്ടി ഇവർക്ക് തൈലാഭിഷേകം കൊടുത്ത് മൂറവും കൊടുത്ത് അവരുടെ മാമോയിസ സ്ഥിരപ്പെടുത്തി. ഇതാണ് സംഭവിച്ചത്. വീണ്ടും മാമോയിസ കൊടുക്കണ്ട, ലേപനം മതി എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെ അലക്സാണ്ടർ ബിഷപ്പിന്റെ കൂടെ സഹായിയായിട്ട് കൂടിയ അങ്ങേയറ്റം ബുദ്ധിശാലിയും സമർത്ഥനുമായ ആ പയ്യനാണ് അത്തനേഷ്യസ്. നിക്കാ സുന്നോദോസ് നടക്കുന്ന 325 അദ്ദേഹം ഒരു ഷെമാശൻ മാത്രമാണ്. 328 അലക്സാണ്ടർ കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അത്തനേഷ്യസ് ബിഷപ്പായി. 303 കൊല്ലം നിക്കാ സുന്നോദോസ് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞാണ് അദ്ദേഹം ബിഷപ്പാകുന്നത്. നിക്കാ സുന്നോദോസ് അദ്ദേഹം ഒരു ഡീക്കൻ മാത്രമായിരുന്നു. ഇതാണ് എൻ്റെ അറിവ്. ആർക്കും ആർക്കും തെറ്റ, എനിക്ക് തെറ്റിയാൽ ഞാൻ നാളെ തിരുത്താം. ക്ഷമ പറയുന്നു അഡ്വാൻസ് ആയിട്ട്. അപ്പൊ അത്തനേഷ്യസ് ബിഷപ്പാണെന്ന് സന്ദീപ് വക്കീല് ഒരു തെളിവ് വെച്ചാൽ ഞാനത് അംഗീകരിക്കും. എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ വലിയ ഡെക്കറേഷനോ ക്രെഡൻഷ്യലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തെറ്റിപ്പോയി എന്ന് പറയാൻ, മിയാ കുൾപ്പ മാക്സിമ എന്ന് പറയാൻ എനിക്കൊരു വിരോധവുമില്ല. നമുക്ക് വേണം ജസ്റ്റ് ഈ ഓൺലൈനിൽ നോക്കാം. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നാ ഈ പറയുന്നതന്നെ, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ വെബ്സൈറ്റ് ഉണ്ട്, അവിടെ നോക്ക്. സെന്റ് അത്തനേഷ്യസ്, ഹൂ വാസ് സെന്റ് അത്തനേഷ്യസ് ഇതുണ്ട്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ലൈഫ് ആൻഡ് മേജർ വർക്ക്സ്. ഇവിടെ നോക്കാം. റെക്കഗ്നൈസ്ഡ് തിയോളജിയൻ അസറ്റിക് അത്തനേഷ്യസ് വാസ് ഒബ്വിയസ് കാൻഡിഡേറ്റ് സക്സീഡ് ടു അലക്സാണ്ടർ വെൻ ലാറ്റർ ഡൈഡ് ഇൻ 328. ഇവിടെ നോക്കുക. ഇൻ 325 he attended Bishop Alexander of Alexandria as deacon at the Council of Nicaea. ഇതാണ് പൊതുവെ അറിയപ്പെടുന്നത്. 325 നിക്കിയ സുന്നോദോസിൽ ഒരു ഡീക്കൺ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അറ്റൻഡ് ചെയ്തതെന്നാണ് എനിക്ക് കിട്ടുന്ന സോഷ്യലൊക്കെ, ഞാൻ വായിച്ചിട്ടുള്ളിടത്തൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇത് സൂക്ഷിക്കണം. ഇത് ഇല്ലാത്ത സാധനമൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ആന വരെ വലിച്ചെടുത്ത് കോടതി മുതൽ ഹാജരാക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സുകാരോട് കൂടെ കൂട്ടുകൂടുന്ന ആളാണ്. ഏത് ഡോക്യുമെന്റും ഉണ്ടാക്കാൻ പറ്റും. നിക്കാ സുന്നോദോസ് നടക്കുന്ന സമയത്ത് അത്തനേഷ്യസ് പാത്രികീസ് ആയിരുന്നെന്ന് വേണേലും സന്ദീപ് വക്കീലിനെ കൊണ്ട് തെളിയിക്കാൻ അത്തരത്തിലുള്ള ഡോക്യുമെന്റ് ദേവലോകത്ത് കാണും. അവർ വേണമെങ്കിൽ എടുത്തും കൊടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ ഡോക്യുമെന്റ് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോറി കേട്ടോ, അത് ഞാൻ തയ്യാറാണ്, നിങ്ങൾ പറയൂ. അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ഇന്നത്തെ ഞങ്ങളുടെ ഇടയിലുള്ള ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്റ്റാൻഡ് പറയുന്ന പോലെ അന്ന് ആരിയൂസ് ആയിരുന്നു
അലക്സാണ്ട്രിയയിലെ മെത്രാൻ ആവേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അലക്സാണ്ട്രിയയിൽ പാത്രീസ് ബാവ. കണ്ടോ, ഇതാൻ പറയാണ് ഞങ്ങളുടെ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് യഥാർത്ഥത്തിൽ ക്നാനായ സഭയുടെ മെത്രാൻ ആവേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സേവറിസ് ആയി. എന്തൊരു താരതമ്യം! ഇത് സ്വന്തം കാലം വെടിവെക്കാണോ, ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത്, എനിക്ക് പിടികിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഒന്നുകൂടെ കേട്ട് നോക്കാം. അത് ചലഞ്ച് ചെയ്യായിരുന്നു, ആർക്കാണെങ്കിലും ചലഞ്ച് ചെയ്യായിരുന്നു. കാരണം ഇപ്പോൾ ഷിബു പിടിക്കലിൽ ക്ലിയർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ആ ക്ലിയർ പ്രൂഫ് ഒക്കെ അന്ന് കോടതിയിൽ അപ്പീൽ ആയിട്ട് ഫയൽ ചെയ്യേണ്ടതല്ലായിരുന്നോ? അത് ചെയ്യാതെ, അന്ന് ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ ഇപ്പം കയറി അതെല്ലാം ക്ലിയർ എവിഡൻസ് ഞാൻ തന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിലല്ല വിധിക്കുന്നത്, കോടതിയിലായിരുന്നു വിധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ ഒസ്താത്യോസ് ബാവയുടെ കാര്യം ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഷിബു പിടിക്കൽ പാസ്റ്റർ ഒസ്താത്യോസ് ബാവയുടെ കാര്യത്തിൽ ഒരു കറക്റ്റ് ഒരു വേർഷൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് ബാവയെ കുറിച്ച് ചെറിയൊരു തെറ്റുണ്ട്, അതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. കാരണം ചെമ്മാച്ചനായിട്ടല്ല നിക്കിൻ സിനോദോസിൽ വന്നത്. അന്ന് ആരിയൂസിനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു മുൻതൂക്കം. ഇന്നത്തെ ഞങ്ങളുടെ ഇടയിലുള്ള ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്റ്റാൻഡ് പറയുന്ന പോലെ അന്ന് ആരിയൂസ് ആയിരുന്നു അലക്സാണ്ട്രിയയിലെ ഇപ്പൊ ഗ്രിഗോറിയോസ് തിരുമേനിക്കാണ് ക്നാനായ സമുദായത്തിൽ മുൻതൂക്കമെന്ന് വക്കീൽ സമ്മതിച്ചിരിക്കാം. ഗ്രിഗോറിയോസ് തിരുമേനി പോലും ഞെട്ടോ ഇത് കേട്ട്. ഞാനോ പോടാ ആവേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അലക്സാണ്ട്രിയയിൽ പാത്രീസ് ബാവ ആവേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങയുടെ ഗുരു അന്ന് എനിക്ക് അലക്സാണ്ടർ ആയിരുന്നു തോന്നുന്നു അങ്ങയുടെ പേര്. അങ്ങേർക്ക് താല്പര്യമില്ലായിരുന്നു അരിയൂസ് മെത്രാൻ ആവാനായിട്ട്. കാരണം അരിയൂസ് വലിയൊരു പ്രാസംഗികനായിരുന്നു. അവിടെയാണ് തെറ്റ്. അരിയൂസ് ഒരു ബിഷപ്പ് ആയിരുന്നു വക്കീലിനാകെ എല്ലാം കുഴഞ്ഞു പറഞ്ഞത്. ആൾ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു പുരോഹിതനായിരുന്നു, നല്ലൊരു അഭിഭാഷകനായിരുന്നു. പക്ഷേ അങ്ങേരുടെ ഒരു ഡിവിനിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അങ്ങയുടെ ഗുരുവിന് ഒരു തൃപ്തിയല്ലായിരുന്നു. അതിന് പകരം അത്തനാസിയോസിനെ മെത്രാനാക്കി. അതിനെതിരെയാണ് ആരിയൂസ് ഇവിടെ പാലസ്റ്റീനിൽ വന്ന് അന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ലാറ്റിൻ ബിഷപ്സിനെ കയ്യിലെടുത്ത് ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ ഇദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഈ ക്ലിപ്പ് കേൾക്കുന്നത്. കാരണം ഇതൊന്നും റെലവന്റ് കാര്യങ്ങളല്ല. ഇതും ഇന്നത്തെ ക്നാനായ സമുദായത്തിന്റെ വിഷയങ്ങളുമായിട്ട് പുലബന്ധം പോലും ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ആ വിഷയം അഡ്രസ് ചെയ്യാതെ ഇതിനെയാണ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, കാടും പടലും തല്ലുക എന്നുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഈ കാടും പടലും തല്ലിയിട്ട് കാര്യമില്ല. പഴയ കാലത്ത് കാടും പടലും തല്ലിക്കഴിഞ്ഞാൽ ചുമ്മാ കുറെ പൊടിയും പടലും വരുമെന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് കാടും പടലും തല്ലാന്ന് പറഞ്ഞാൽ ഇന്ന് വീട്ട് കട്ടർ ഉണ്ട്. നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ ഈ കോലേജ് നോക്കുമ്പോൾ ഈ കാടും പടലും എല്ലാം പോവും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വീട്ട് കട്ടർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വക്കീൽ കാടും പടലും തല്ലിയിട്ട് എല്ലാം ചോട വിട്ടും കാടും പടലും എല്ലാം ക്ലീൻ ആക്കും, ക്ലിയർ ആക്കി തരാം. കയ്യിലെടുത്ത്, കാരണം ഇപ്പോൾ നല്ലൊരു അഭിഭാഷകനായിരുന്നു, ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒരു അതിമെടുക്കാനായിരുന്നു. പക്ഷേ അത്തനാസിയോസ് തിരുമേനിയും ഒസ്താത്യോസ് തിരുമേനിയാണ് നിക്കിൻ സിനോദോസിൽ മുൻകൈ എടുത്തതും സത്യവിശ്വാസത്തിന് അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം വാദിച്ചതും. കാരണം ആ നിക്കിൻ സിനോദോസ് കൂടുന്നത് തന്നെ ഈ അരിയൂസിന്റെ വേദവിപരീതിയെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള. അപ്പൊ അന്നുണ്ടായിരുന്ന ലാറ്റിൻ ബിഷപ്സിന് പോലും അരിയൂസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെയായി പോയി. കാരണം സത്യവിശ്വാസം അതല്ലെന്ന് അവർക്കും അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ വാക്സാമർത്ഥ്യം മൂലം പുള്ളി തെറ്റാൻ പറയുന്നത് തെറ്റാണെന്ന് അവർക്ക് പറയാനും മുഖത്തൊക്കെ പറയാനും അവർക്ക് മടിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങേർക്ക് അവര് അഭയം കൊടുക്കുകയും ചെയ്തു. ഈ നിക്കിൻ സിനോദോസിന് മുടക്കിയതിന് ശേഷം പോലും അങ്ങേർക്ക് അഭയം കൊടുത്തത് പാലസ്റ്റീനിലെ ലാറ്റിൻ ബിഷപ്സ് ആണ്. എന്നിട്ട് ഈ അരിയൂസിന്റെ വാശിയായിരുന്നു അത്താനാസിയൂസിനെയും ഒസ്താത്യോസ് ബാവയെയും മുടക്കാനായിട്ട്, സഭയിൽ നിന്നും നീക്കം ചെയ്യാനായിട്ട്. അങ്ങനെ ജെറൂസലത്തിലെ സിനോദോസിൽ അത്തനാസിയൂസിനെ നീക്കി 330 ഒസ്താത്യോസ് ബാവയെ നീക്കിയതാണ്. പക്ഷെ അത് സിനോദോസ് കൂടി നീക്കുന്നത് അന്ത്യോക്യയിൽ കൂടിയ സിനഡിലാണ് 341. അത് റീഅഫേം ചെയ്തു. കാരണം യൂസേബിയസിനെ ആയിരുന്നു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു അടുത്ത പാത്രീസ് ബാവയായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ കൽപ്പന നമ്മുടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അതിനൊരു കൽപ്പന കൊടുത്തതാണ് യൂസേബിയസിന്. പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ആയിരുന്നു യൂസേബിയസ് പോലും ആരിയൂസിന്റെ ഒരു വക്താവായിരുന്നു. പക്ഷേ യൂസേബിയസ് അന്ത്യോക്യയിലെ പാത്രീസ് ബാവ സ്ഥാനം ഏൽക്കാൻ പുള്ളി മടിച്ചു. അതുകൊണ്ട് പുള്ളി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് എഴുതി ഞാൻ അവിടെ മെത്രാനായി പാത്രീസ് ബാവയായിട്ട് സ്ഥാനം ഏൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ പുള്ളി അത് ത്യജിക്കുമായിരുന്നു. അങ്ങനെയാണ് മാക്സിലി, പേര് കറക്റ്റ് ഓർമ്മയില്ല, രണ്ടുപേരുണ്ടായിരുന്നു. ആ പാത്രീസ് ബാവ ഒസ്താത്യോസ് ബാവയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 പാത്രീസ് ബാവമാരും അന്ത്യോക്യയിൽ നിന്നായിരുന്നു. ഒസ്താത്യോസ് ബാവ മെത്രാനായ സമയത്ത് അല്ലെങ്കിൽ പാത്രീസ് ബാവയുടെ സമയത്ത് അവരെ പട്ടം കൊടുക്കാൻ പോലും വിസമ്മതിച്ച് 2 വൈദികരായിരുന്നു ഈ പിന്നെ സക്സീഡ് ചെയ്ത് 2 പാത്രീസ് ബാവന്മാർ. പിന്നെ അതുപോലെ ശിവപീഡികൾ പാസ്റ്റർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഒസ്താത്യോസ് ബാവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്.
അന്ന് സത്യവിശ്വാസം എന്താണെന്ന് ക്രോഡീകരിച്ചത് ഒസ്താത്യോസ് ബാബയാണ്, ഈ നിക്കൻ സുന്നോദോസും അതിനുശേഷവും. അപ്പോൾ അന്ത്യോക്യയിൽ സിറിയൻ ഫിലോസഫിയും ജൂയിഷ് ഫിലോസഫിയും, സിറിയൻ ഗ്രീക്ക് ഫിലോസഫിയും ജൂയിഷ് ഫിലോസഫിയും കലർന്നതാണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക്കീല് തീരെ ഇതില്ല. വക്കീൽ ആരോ ഇങ്ങനെ ഒസ്താത്യോസിനെ മാറ്റി കഴിഞ്ഞ് പിന്നെ ആരാണ്ട് വന്നു. അത് പോളിനസ് ഓഫ് ടയർ ആണ് കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒസ്താത്യോസിനെ മാറ്റിയിട്ട് കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി പോളിനസ് ഓഫ് ടയറിനെ ആക്കുകയാണ്. അതാണ് ഞാൻ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞത്. ഇതാണ് ഇത്രയും വാഗ്വാദം ഉണ്ടാക്കുന്നത്. അതൊക്കെ വിടുക. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ ഒസ്താത്യോസ് ആരാണെന്ന് അറിയാവോ? എന്നോട് പറയുകയാണ് ഒസ്താത്യോസ് എന്താ ചെയ്തെന്നറിയാവോ? ഇതൊക്കെ ഞങ്ങൾ 100 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള വക്കീൽ ഒന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇനി വക്കീൽ പറയുന്ന വേഷം കേൾക്കാം. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫി ഒരു എക്സ്റ്റെൻഡ് കൂടുതൽ പോകാനും പാടില്ല. എന്നാൽ ജൂയിഷ് തിയോളജി കൺവേർട്ടഡ് ആയ ക്രിസ്ത്യൻസിന് 100% അംഗീകരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് രണ്ടിൻ്റെ ഒരു മിക്സ്ചറാണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഫെയ്ത്ത്. അതാണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഫെയ്ത്തും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഫെയ്ത്തും. സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഫെയ്ത്തിൽ ഒരു കാലഘട്ടത്തിലും ഗ്രീക്ക് ഫിലോസഫി വന്നിട്ടില്ല. ഗ്രീക്ക് ഫിലോസഫിക്കൽ പ്ലാറ്റ്ഫോമിലല്ല സിറിയൻ ഓർത്തഡോക്സ് തിയോളജി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വക്കീലിന് എവിടുന്നോ കിട്ടിയ സൂപ്പർഫിഷ്യൽ നോളജ് ആണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഴ്സിൽ നിന്നോ ഒക്കെ കിട്ടിയതായിരിക്കും, കാത്തലിക് സോഴ്സിൽ നിന്നൊക്കെ എടുത്തായിരിക്കും. നമ്മുടെ തിയോളജിയും നമ്മുടെ ലിറ്റാർജിയും പ്യുവറാണ്, പ്യുവറസ്റ്റ് ഫോമാണ്. അപ്പോൾ അതേപറ്റിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളിൽ എങ്ങനെയാണ് കത്തോലിക്ക ദൈവശാസ്ത്രത്തെ ഗ്രീക്ക് ഫിലോസഫി ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ആ കാലഘട്ടത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതെ എങ്ങനെയാണ് നമ്മൾ ട്രഡീഷനിൽ നിന്നും സ്ക്രിപ്ചറിൽ നിന്നും നമ്മുടെ തിയോളജിയും ലിറ്ററജിയും രൂപപ്പെട്ടതെന്നൊക്കെ ഞങ്ങൾ വളരെ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അത് ഒരു ആവർത്തനം ഉണ്ടാക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വിസ്താരഭയത്താൽ പ്രവേശിക്കുന്നില്ല. വക്കീൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ശുദ്ധമായ ഒരു ദൈവശാസ്ത്ര പാരമ്പര്യം കനാനായക്കാർക്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് തോന്നുന്നു. റോമൻ കാത്തലിക് ചർച്ച് ഫെയ്ത്ത് is based entirely on the Greek theology, whereas Syrian Orthodox Church theology is based on the Jewish theology as well as Greek philosophy. അത് ഒസ്താത്യോസ് ബാബയുടെ റൈറ്റിംഗ്സിനെ കുറിച്ച് ശുഭപിടിയിൽ പാസ്റ്റർ വായിക്കുന്നത് നല്ലതാണ്. ഞാൻ ആവശ്യത്തിന് വായിച്ചിട്ടുണ്ട് സഹോദര. ഇത് കുറെ നേരമല്ല നിങ്ങൾ വായിക്കണം എന്നുള്ളത്. നിങ്ങൾ ആ സേവറീസും മെത്രാച്ചനോട് ഇതൊക്കെ ഒന്ന് വായിക്കാൻ പറ. ചിങ്ങവനത്തെ നിങ്ങൾ തിയോളജിയെ പറ്റിയൊക്കെ പറയാൻ സന്ദീപ് വക്കീലിന് എന്താണ് അർഹതയുള്ളത്? എന്താണ് യോഗ്യതയുള്ളത്? എന്ത് മാന്യതയാണ് താങ്കൾക്കുള്ളത്? താങ്കൾ ഇപ്പോൾ കൊട പിടിച്ചുകൊണ്ട് നടക്കുന്ന മെത്രാച്ചൻ പറഞ്ഞു തന്നതാ പരിശുദ്ധ റൂഹ വരുന്ന ഇതുവഴിയാണെന്ന് ആർക്കറിയാം? വീഡിയോ വേണേൽ ഞാൻ കാണിക്കാം, എൻ്റെ ഇരിപ്പുണ്ട്. പരിശുദ്ധ ഇത് ഞാനിത് മാസങ്ങളായിട്ട് വളരെ നാളുകളായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം മറ്റു പല ബന്ധങ്ങളുള്ളതുകൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനെപ്പറ്റി നിങ്ങൾ ദുഃഖിക്കും. സേവരസ് മെത്രാച്ചൻ പറഞ്ഞൊരു മെത്രാൻ അദ്ദേഹത്തിനെ ഡീഫ്രോക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യവും തിയോളജിക്കൽ റീസൺസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ റൂഹ എവിടുന്ന് വരുന്നു എന്ന് ആർക്കറിയാം? അതിപ്പോ പിതാവിൽ നിന്നാണോ, പുത്രനിൽ നിന്നാണോ, തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട വഴിയാണോ, കൊട്ടാരക്കര വഴിയാണോ? ഇതൊക്കെ ആർക്കറിയാം? അവിടെ ഒരു വല്ലാത്ത വഷളം ചിരിച്ച് ദൈവശാസ്ത്രത്തെയും പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാരെയും മുഴുവൻ അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന, നിന്ദിക്കുന്ന പ്രസ്താവനയാണ് ഈ സേവറീസ് ചെയ്തിട്ടുള്ളത്. താങ്കൾ അദ്ദേഹത്തിനാണ് കൊടപിടിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒസ്താത്യോസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഷിബു പീഡിയക്കലിനെ തിയോളജി പഠിപ്പിക്കാൻ താങ്കൾ തുനിയണ്ട. അത് ഒരു അവിവേകമല്ലേ വക്കീലെ? ഞാൻ അത്യാവശ്യത്തിന് തിയോളജി പഠിച്ചിട്ടുണ്ട്, അത് പരസ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഡിബേറ്റ് ഉണ്ടെങ്കിൽ ആളുകളെ പബ്ലിക്കലി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കലി അല്ല, ഇവിടെ തിരക്കാൻ മതി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഊച്ചാളി രാഷ്ട്രീയക്കാരുടെ ഭീഷണി പോലെ അല്ലെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് ദേവാസുരത്തിനകത്ത്. അതുപോലെ താങ്കൾ ഇവിടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തിയോളജി പഠിച്ചോണം. എനിക്ക് പുസ്തകത്തിന് റെഫറൻസ് തരാൻ വേണ്ടി വന്നിരിക്കുക വക്കീല്. വക്കീലൊരു കാര്യം മനസ്സിലാക്കണം. വക്കീൽ ഈ ഫീസ് മേടിച്ച് കോടതി പോയി പറയുന്ന പോലെ അല്ല ഇത്. കളം വേറെയാണ്. വക്കീലിന്റെ തിയോളജി പറഞ്ഞ് വക്കീലിന്റെ മെത്രാൻ എന്താ പറയുന്നത്? താങ്കൾ ഒസ്താത്യോസ് ഗ്രൂപ്പിലാണെങ്കിൽ ഒസ്താത്യോസിന്റെ തിയോളജി പോലെ പ്യുവറായിട്ട് ഡീപ് തിയോളജി ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ടീച്ച് യുവർ മെത്രാൻ ഫസ്റ്റ്, യു കൗൺസിൽ ഹിം, നോട്ട് ടു മീ. എന്നെ അല്ല ഉപദേശിക്കണ്ടേ? ഞാനിവിടെ കൃത്യമായിട്ട് തിയോളജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മെത്രാനോട് പറ, അദ്ദേഹത്തിന് വിവരമില്ല. അദ്ദേഹം ചോദിക്കാണ് ഈ പരിശുദ്ധ റൂഹ ഏത് വഴിയാ വരുന്നേ? എന്തിനാ? കത്തോലിക്കരോട് കിട്ടുന്ന പുതിയ ബാന്ധവത്തിൽ രസം കണ്ടെത്തിയ അദ്ദേഹം കത്തോലിക്ക നാനാക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വിടന്റെ ലക്ഷണം വളരെ മോശം. സൈരന്ദ്രിയെ കണ്ട അവന്റെ ഒരു ഭാവഹാദികളുടെ മാറ്റത്തെക്കുറിച്ച് മഹാഭാരതത്തിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഒരു വിടലക്ഷണം കത്തോലിക്കനെ കണ്ടപ്പോൾ കുറച്ച് കത്തോലിക്കൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം പിതാക്കന്മാരെ, ആ പിതാക്കന്മാർ ജീവൻ കൊടുത്ത് പരിരക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്ത സത്യവിശ്വാസത്തെ, ആ വിശ്വാസ പ്രമാണത്തെ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ കത്തോലിക്കന്റെ സ്വീകരണം കണ്ട് മതിമറന്ന് സേവറീസ് പറയാണ്, ചില പൊട്ടന്മാരൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആര് കണ്ടു? ആർക്കറിയാം? ഇത് പറഞ്ഞല്ലേടോ വക്കീലെ, തന്റെ മെത്രാൻ പറഞ്ഞല്ലേടോ സന്ദീപ് വക്കീലെ?
അങ്ങനെ പറയുന്ന ഒരു നീചനും മതമനും ആയ ഒരു വ്യക്തിയുടെ കീഴിൽ നിന്നുകൊണ്ട് ശിവപീഡിയക്കലിനെ പോലെയുള്ള ഒരാളോട് സംസാരിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നോ? താങ്കൾ ആദ്യം തന്നെ മെത്രാനെ വിളിച്ചിട്ട് ഉപദേശം പഠിപ്പിക്കണോ? എന്നെ ഉപദേശം പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് ട്യൂഷൻ എടുക്കാൻ വന്നിരിക്കുന്നു സന്ദീപ് വക്കീൽ. ഞാൻ പഠിക്കുന്നത് നന്നായിരിക്കുന്നോ? ഞാൻ നല്ല പഠിച്ചിട്ടാ പറയുന്നേ, മനസ്സിലായോ? 5ാം ക്ലാസ് മുതൽ 5 ഡോക്ടറേറ്റ് ഉള്ളവനെ വരെ പബ്ലിക്കലി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ചത്തപോലെ മൂടി പൊതിച്ച് കിടക്കുക. നാളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു വക്കീലിന്. വക്കീൽ ആദ്യം ആ ചിങ്ങവനത്തിരിക്കുന്ന ആ ചുവന്ന കുപ്പായിട്ട് അന്നേരം അഹങ്കാരം കയറുന്നല്ലേ താങ്കൾ പറഞ്ഞേ, അയാളെ പോയി തിയോളജി പഠിപ്പിക്കും. മെത്രാച്ചൻ തിയോളജി തെറ്റിക്കുന്ന അക്ഷന്തവ്യമായ അപരാധമാണ്. അച്ഛൻ തെറ്റിച്ചാൽ കുഴപ്പമില്ല, കാരണം മെത്രാനാണ് ഉപദേശത്തിന്റെ കാര്യസ്ഥനാണ് മെത്രാൻ, അല്ലാതെ പെണ്ണ് കെട്ടാൻ ഏജന്റിനെ വെച്ച് കല്യാണം പിടിക്കുന്നതല്ല. ഇന്ന് മലങ്കരയിലെ മെത്രാന്മാര് ഏജന്റുമാരെ വെച്ച് കല്യാണം, എവിടെയെങ്കിലും നല്ല വീട്ടിൽ കല്യാണം ഉറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫർമാർ വരുന്നു, ഇവന്റ് മാനേജ്മെന്റുകാർ വരുന്നു. ഇവന്റ് മാനേജ്മെന്റുകാരെ ഈ പള്ളക്കിടിച്ചിട്ട് മെത്രാന്റെ ഏജന്റ് കെട്ടിക്കാൻ ഞങ്ങളുടെ തിരുമേനിയെ വിളിക്കണമെന്ന് നല്ല ഈണത്തിൽ ചൊല്ലുന്നു. ഇത്ര ദയനീയമായ സ്ഥിതിയാണ് മലങ്കരയിൽ. മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളതാണ് മെത്രാന്റെ ചുമതല, വേറെ ഒന്നുമില്ല. പട്ടം കൊടുക്കുക, പള്ളി കൂതാശ ചെയ്യുക, ഉപദേശം പഠിപ്പിക്കുക, 3 കാര്യമുള്ളൂ മെത്രാന്. പെണ്ണ് കെട്ടിക്കുന്നത് ചാവാടക്കുന്നതൊക്കെ കശീശന്മാർ ചെയ്തോളൂ. ഇത് ഈ അച്ഛന്മാരുടെ പരിപാടിക്ക് ഇടപെടുക, എന്നിട്ട് ഏജന്റുമാരെ വെച്ച് പിടിപ്പിക്കുക. തിരുവേനിയെ തൃശ്ശൂർ പൂരത്തിന് ആന എഴുന്നള്ളിക്കുക, ഇതൊക്കെ ലജ്ജാകരമായ കാര്യമാണ്. ഈ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്ന മെത്രാച്ചന്മാർ ഒറ്റൊരുത്തൻ ദൈവശാസ്ത്രം പറയുന്നില്ല, ഒരു എസ്സേ പോലും എഴുതുന്നില്ല. അന്ത്യോക്യയിലെ പാത്രിക്കീസ് ഊരും കൊണ്ട് നാടുകൾ ഓടുന്നതിനിടയിൽ 3360 കത്തെഴുതി, 125 ഹോമിലീസ് പ്രസിദ്ധീകരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പീഡനത്തിലൂടെയും ത്യാഗത്തിലൂടെയും കഷ്ടത്തിലൂടെയും സഹനത്തിലൂടെയും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് എത്രയോ ലക്ഷക്കണക്കിന് പേജുകൾ അവർ എഴുതി വെച്ചു. അതല്ലേ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. എത്ര ഗീതങ്ങൾ ചമച്ചു. ഈ കഴിഞ്ഞ 100 കൊല്ലത്തിനിടെ മലങ്കരയിൽ നല്ല ഗീത എഴുതി ആരെങ്കിലും ഉണ്ടോ? ആകെ പെരുമ്പളത്തിന് വേണ്ടി 10 പാട്ട് എഴുതിയിട്ടുണ്ട്, വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഗീതം ഉണ്ടാകണമെങ്കിൽ ശാന്തത ഉണ്ടാകണം, ധ്യാനം ഉണ്ടാകണം, മനനം ഉണ്ടാകണം. അവിടെ മനസാക്ഷിയിൽ തമ്പുരുമീട്ടി പരിശുദ്ധ റൂഹ ഗീതങ്ങളും വരികളും തരും. അവിടെയാണ് പാട്ടുണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ രാത്രി ലേറ്റ് ആയിട്ടും വക്കീലന്മാരുടെ കൂടെ ഗൂഢാലോചന നടത്തുകയാണ്. സ്വൈരിണികളുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയാണ്. ഹീനവും അധമവും നിന്ദ്യവും നികൃഷ്ടവും നീചവുമായ കാര്യങ്ങളിൽ ഇടപെടുകയാണ്. യാമപ്രാർത്ഥനകൾ വിസ്മരിച്ചിരിക്കുന്നു. നോമ്പിന്റെ നമസ്കാരം ചൊല്ലുന്നില്ല. ടൂർ പോവുകയാണ്. സുറിയാനി സഭയ്ക്ക് ഒരാൾ പോലും ഇല്ലാത്തടത്ത് പോയി ടൂർ പോയി നിന്ന് റെയിൽവേ പാളത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇത്തരത്തിലുള്ള അധമമായ ഇത് വഴിവഴച്ചു പോയിരിക്കുന്നു. അങ്ങനെയുള്ള വഴിവഴച്ചവന്മാരുടെ വക്കാലത്തും എടുത്തോണ്ട് എന്റെ അടുത്തോട്ട് വരരുത്, മനസ്സിലായോ? സന്ദീപ് വക്കീൽ കൊട പിടിച്ച് വെളുപ്പിക്കാൻ നോക്കുന്ന സേവേറിയസ് മെത്രാച്ചൻ പരസ്യമായി സുറിയാനി സഭയുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു. സേവേറിയസ് മെത്രാച്ചൻ കത്തോലിക്കരുടെ പ്രീതി വിട്ടുവെന്നോർത്ത് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ചില കത്തോലിക്ക പെണ്ണുങ്ങൾ ഇളിച്ചു കാണിക്കുന്നുണ്ടപ്പം അവർക്ക് ഏതപ്പാ കോതമംഗല, അവർക്കറിയത്തില്ല പരിശുദ്ധ റൂഹയുടെ കാര്യം, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന്. എന്നിട്ട് ഈ കത്തോലിക്ക ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മെഴുകുക, ഇങ്ങനെ പറയാണ് അത് പരിശുദ്ധ റൂഹ. എടാ മെത്രാച്ച, താനൊരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ എന്ന് ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണമുണ്ട് സുറിയാനി സഭയ്ക്ക്. ആ വിശ്വാസ പ്രമാണത്തോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? എന്തെങ്കിലും വിശ്വസ്തയുണ്ടോ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ വൃത്തിയോട് വിളിച്ചു പറയുമോ? മെത്രാൻ ഒരു കപ്പ്യാരായ കുഴപ്പമില്ല, ഷമ്മാശനായ കുഴപ്പമില്ല, പള്ളിയിലെ ശുശ്രൂഷക്കാരനായ കുഴപ്പമില്ല, കുഴിവീട്ടുകാരനായ കുഴപ്പമില്ല, അച്ഛനായ പോലും കുഴപ്പമില്ല. പക്ഷെ മെത്രാൻ ഒരിക്കലും ഉപദേശം തെറ്റിക്കാൻ പാടില്ല. മെത്രാച്ചനാണ് ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഡോക്ട്രിൻ. വക്കീലിന് മനസ്സിലായോ? ഇത് വേഷം കെട്ടി നടക്കുന്ന പരിപാടിയല്ല. ഞാൻ പാത്രിക് സ്വാമിക്ക് എഴുതുന്നുണ്ട്, തിയോളജിക്കൽ റീസൺസ് ആർ ദയർ ടു ഡീഫ്രോക്ക് ദിസ് മെത്രാൻ. എന്തെങ്കിലും എതിര് പറയാനുണ്ടോ ഏതെങ്കിലും ജ്ഞാനായക്കാർക്ക്? സേവേറിയസ് തിരുമേനിക്ക് കൊട പിടിക്കുന്ന ടിനോ മണിമലത്ത് എന്ന് പറഞ്ഞ എന്റെ ബഹുമാന്യ സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. താങ്കൾ വൃത്തിയോടെ കാണിച്ചത് ടിനോ മണിമലത്ത് അടക്കമുള്ള അയാൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പേര് പറയുന്നത്. ഈ സേവേറിയസ് മെത്രാച്ചന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? സത്യ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ, ദൈവശാസ്ത്രത്തെ പരസ്യമായി വലിച്ചു കീറി അതിനെ നിന്ദിച്ച് പുച്ഛിച്ച് ചരിത്രത്തിന്റെയും പിതാക്കന്മാരുടെ പൈതൃകത്തിന്റെയും മുഖത്ത് കാർക്കിച്ചു തുപ്പി സേവേറിയസ് തിരുമേനി ഇല്ലെന്ന് വക്കീലിന് പറയോ? ജില്ലാ കോടതിയിൽ നിന്ന് വിധി മേടിച്ചാലൊന്നും ദൈവകൃപ നിൽക്കത്തില്ല വക്കീൽ എന്തോ ഈ പറയുന്നത്? വക്കീൽ എന്തോ ചിന്തിച്ചേ? എന്നിട്ട് എനിക്ക് തിയോളജിക്ക് ട്യൂഷൻ എടുക്കാൻ വക്കീല് സന്ദീപ് കൊള്ളാം, ഞാൻ ട്യൂഷൻ ഇരുന്ന് തരാം. ജ്ഞാനാക്കാർ വാ എന്നെ തിയോളജി പഠിപ്പിക്കാൻ. ജ്ഞാനാക്കാർ വാടാ എന്നെ തിയോളജി പഠിപ്പിക്കാൻ, ഞാൻ പഠിക്കാം. നോമ്പിൽ ഇത് പറ്റിയായിരുന്നോ? നോമ്പിലാണ് മുറിവുകൾ ഞെക്കി കഴിയേണ്ടെന്ന യശയാ പ്രവാചകൻ പറഞ്ഞേ. നോമ്പെന്ന് പറഞ്ഞാൽ മേന്ന് വെക്കുന്നതല്ല, തെറ്റുകൾ തിരുത്താനാണ് നോമ്പ്, പുതുക്കത്തിനാണ് നോമ്പ്. വക്കീൽ ആദ്യം നോമ്പ് മനസ്സിലാക്കണം. നോമ്പിന്റെ യഥാർത്ഥ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ദിസ് ഈസ് റൈറ്റ് നോമ്പ്. നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് പടം പൊഴിക്കുന്ന പോലെയാണ്. പാമ്പ് ഒരു വർഷം പട്ടിണി കിടക്കും, നോമ്പെടുക്കുമ്പോൾ അതിന്റെ ശരീരം വരിക, അന്നേരം പടം പൊഴിച്ച് പുതുക്കം പ്രാപിക്കാനാണ് നോമ്പ്. ഈ പടം എന്ന് പറഞ്ഞാൽ പഴയ ക്ഷീണമുള്ളതും പോരായ്മയുള്ളതും കുറവുള്ളതുമായ പടം എല്ലാം ഉരിഞ്ഞു പോകണം. സേവേറിയസ് മെത്രാച്ചൻ പരസ്യമായിട്ട് മാപ്പ് പറയണം. മാപ്പ് പറയാതെ അദ്ദേഹം സുറിയാനി സഭ നിൽക്കാൻ പറ്റത്തില്ല. കാരണം സുറിയാനി സഭയുടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രമാണത്തെ അദ്ദേഹം ആക്ഷേപിച്ചു. അദ്ദേഹം പറഞ്ഞു പരിശുദ്ധാത്മാവ് എതിലെയാ വരുന്നതെന്ന് ആർക്കറിയാം? താൻ ഏത് മെത്രാനാടോ? താൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്?
ഇവിടെ വിശ്വാസ പ്രമാണത്തെ എഴുതി വെച്ചിട്ടില്ലേ ഫിലിയോക്കോ? എന്നിട്ട് എന്ത് വേണ്ടി ഈ കത്തോലിക്കരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സേവേറിയോസ് അവിടെ നിന്നിട്ട് ആർക്കറിയാം പരിശുദ്ധാത്മാവ് എതിലെയാ വരുന്നത്? എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, സേവേറിയോസിന്റെ കാറ്റ് പോയി, മാർപ്പാപ്പ പറഞ്ഞു പിതാവിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ശരി, അതാണ് പൂർവിക വിശ്വാസം, അതാണ് നിക്കായിൽ ഒറിജിനലി പറഞ്ഞത്. എന്നിട്ട് നിക്കായി കെട്ടി ഉയർത്തിയ പ്ലാസ്റ്റിക് പടുതായുടെ കീഴെ പ്ലൈവുഡ് പ്ലാറ്റ്ഫോമിൽ കയറിയെന്ന് മാർപ്പാപ്പ പറഞ്ഞു പരിശുദ്ധ റൂഹ പിതാവിൽ നിന്നാണ്. സേവേറിയോസ് മെത്രാച്ചൻ അടക്കമായല്ലോ, സന്ദീപ് വക്കീലിനും അടക്കമായല്ലോ. അപ്പൊ സത്യവിശ്വാസത്തെ വ്യഭിചരിച്ചും ചരിത്രത്തെ മറച്ചും പിതാക്കന്മാരെ അവഹേളിച്ചും ധാർമ്മികതയ്ക്ക് നേരെ നെറുകേട് കാണിച്ചും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം വാക്കുവ്യത്യാസം കാണിക്കുന്ന ഒരാളാണോ മെത്രാൻ? ഇദ്ദേഹമാണോ നിങ്ങളുടെ മെത്രാൻ? ഈ മെത്രാന് വേണ്ടിയാണോ നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കാൻ വരുന്നത്? എന്ത് യോഗ്യതയാണ് വക്കീലെ താങ്കൾക്കുള്ളത് ദൈവശാസ്ത്രം പറയാൻ? ഏത് ചരിത്രമാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? താങ്കൾ പറഞ്ഞ മുഴുവൻ വസ്തുതാപരമായി തെറ്റാണ്, തെറ്റുകൾ, അബദ്ധങ്ങൾ, അതിന്റെ ഒരു ഘോഷയാത്ര. അതാണ് താങ്കളുടെ വോയിസ് ക്ലിപ്പ്. ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നെ ഡിഫൈൻ ചെയ്യാനാണെന്ന് നോക്കുന്നോ? ഞാൻ പരസ്യമായിട്ട് നിൽക്കുന്ന ആളാണ്. സഭയുടെ വിശ്വാസം അതാണ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ. അത് എതുവഴിയാ വരുന്നെന്ന് അറിയത്തില്ല. ഇതൊക്കെ ആരാ? ഇതുവല്ല കാര്യമാണോ? നമുക്കിങ്ങനെ കൂട്ടുകൂടി വട്ടം കൂടി പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാം, കുഴപ്പമില്ലെന്ന് ഞാൻ കരുതാ. കുഴപ്പമില്ല, എന്തെങ്കിലും ആട്ടെ. ഞാൻ ഗ്രാനായ കമ്മ്യൂണിറ്റി ഒരു നല്ലൊരു വാണിജ്യ സമൂഹമായിട്ട് കണക്കാക്കുന്നുള്ളൂ. നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള കേരളത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിന് ഒത്തിരി സംഭാവന ചെയ്തൊരു കമ്മ്യൂണിറ്റി. നിങ്ങൾ അങ്ങനെ പോട്ടെ, പക്ഷെ തിയോളജി ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത് കേട്ടോ. ട്യൂഷൻ എടുക്കാൻ വരല്ലേ? അറേബ്യൻ മരുഭൂമിയിലോട്ട്, രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് ഓരോ ലോഡ് മണൽ കയറ്റി വിടാന്നാണ് സന്ദീപ് വക്കീൽ. അങ്ങനെ കാശുണ്ടാക്കാന്ന് ഈ കച്ചവടം പഴച്ചു വക്കീലിന്റെ കച്ചവടം ഒന്നും വിജയിക്കുകയില്ല. അതുകൊണ്ട് വക്കീൽ ആദ്യം വക്കീലിന്റെ മെത്രാച്ചനെ പോയി ഉപദേശം പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ പാത്രികീസ് സ്വാമിക്ക് ഒരു മെയിൽ അയച്ചു. ഈ സേവേറിയോസ് മെത്രാച്ചന്റെ കുർബാനയിൽ പോയി കൂടുന്നത് ശരിയാണോ? ഞാനിങ്ങനെ അദ്ദേഹത്തിന് എനിക്കത് പാത്രികീസ് സ്വാമിയുടെ ഓഫീസിൽ മറുപടി ഇട്ടിട്ടുണ്ട്. എല്ലാ കൂതാശകളും ഇത് നിർത്തിവെക്കാൻ ഞാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ പറഞ്ഞാൽ പറഞ്ഞു, കോടതി പറയുമ്പോൾ അല്ലല്ലോ കുർബാന ചൊല്ലണ്ടേ? ഭരണഘടന. നിങ്ങൾ പോളിടെക്നിക് ഭരിച്ചു, ITC ഭരിച്ചു, അപ്പുറ സെമിനാരി നടത്തിക്കൂ. പക്ഷെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള, കൂതാശ ചെയ്യാനുള്ള അധികാരം പാത്രികീസ് സ്വാമി കൊടുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ജ്ഞാനായക്കാരും വിശ്വസിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ സേവേറിയോസ് മെത്രാച്ചൻ കൂതാശകൾ ചെയ്യുവാൻ പാത്രികീസ് സ്വാമി വിലക്കിയിട്ടുള്ളതാണ്. അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ വിലക്കിനെ മാറ്റണം. എന്നിട്ട് വേണം കൂതാശകൾ പരികർമ്മം ചെയ്യാൻ. അല്ലാത്ത കൂതാശ പരികർമ്മം കൂതാശയാവില്ല, മിമിക്രി ആകത്തേ ഉള്ളൂ. മനസ്സിലായോ? ഒരു ബാലൻസ് ആണ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രൂ ഫെയ്ത്ത്. ആ ട്രൂ ഫെയ്ത്ത് അപ്പോളിയൻ ആണ് പല സിനോദസിലെ ആദ്യത്തെ 3 സിനോദസ്. താങ്കൾക്ക് നാണമില്ലടോ? എന്ത് ട്രൂ ഫെയ്ത്ത് ആണ് താങ്കളുടെ മെത്രാൻ അപ്ഹോൾഡ് ചെയ്യുന്നത്? ഇത് വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തെക്കാൾ ഹീനമാണല്ലോ വക്കീലെ. ട്രൂ ഫെയ്ത്ത് ആണ് അത്രേ. എന്നിട്ട് ആ ട്രൂ ഫെയ്ത്തിന് ഷൂബിഡിയേക്കൽ ട്യൂഷൻ എടുക്കാൻ വക്കീലെ. അതിനുശേഷം റോമൻ എഫേസോസിലെ കപ്പഡോക്യൻ. ഇനി ഇതിങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ ക്ലിപ്പിന്റെ പകുതി ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ഈ ലൈവിന്റെ ടൈം ഫ്രെയിം ഒക്കെ കഴിഞ്ഞു. 1 മണിക്കൂറാണ് സാധാരണ ഇവിടെ ലൈവ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 1:18 അതുകൊണ്ട് വക്കീലെ, ഞാൻ ഇവിടെ വക്കീലിനെ ഉപേക്ഷിക്കുകയാണ്. വക്കീലിനോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. താങ്കളുടെ മെത്രാൻ എല്ലാ തരത്തിലും തെറ്റിപ്പോയ മെത്രാനാണ്. ഒന്ന്, ചർച്ച് ഡിസിപ്ലിന്റെ കാര്യത്തിൽ അദ്ദേഹം 0 പരാജയപ്പെട്ടു. പാത്രികീസ് സ്വാമി കൊടുത്ത ഡിസിപ്ലിനറി നോട്ടിനെതിരെ കോടതി പോയി. 2, ഡോക്ടറിന്റെ കാര്യത്തിൽ അദ്ദേഹം തെറ്റി. കാരണം അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഇതുവഴിയാ വരുന്നോ ഒന്നും എനിക്കറിയത്തില്ല, അത് പിതാവിൽ നിന്നാണോ എന്നൊക്കെ ഏതോ ഒരുത്തൻ പറഞ്ഞു. അതൊക്കെ ചുമ്മാതെയാണ്. അത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്, ബൈൻഡിങ് ആണ്. വക്കീൽ സമ്മതിക്കുന്നു? ബൈൻഡിങ് ആണോ? വിശ്വാസ പ്രമാണം ബൈൻഡിങ് ആണോ? ഞങ്ങൾ വിശ്വസിക്കുന്നു ധൂപ കാണിക്കുന്നേ, ധൂപം വീശിക്കൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നേ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കാത്തവൻ, ഹൃദയപൂർവ്വം വിശ്വസിക്കാത്തവൻ ഇറങ്ങിപ്പോന്ന എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയുടെ, സുറിയാനി സഭയുടെ ധൂപക്കുറ്റിയിൽ ചിരട്ടക്കരി ഇട്ടിട്ട് കുന്തിരിക്കം ഇട്ടിട്ട് അത് പുകയാൻ തുടങ്ങുമ്പോൾ ആ ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന ധൂപം സേവേറിയോസ് മെത്രാച്ചനോട് മൗനമായി പറയുന്നു, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഇത് ഏറ്റുപറയാൻ തഞ്ചാടമില്ലാത്ത ക്നാനായക്കാരെ, ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു. ക്നാനായ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ പാത്രികീസ് സ്വാമിയാണ്, അല്ല സേവേറിയോസ് അല്ല. ആ അധ്യക്ഷന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ സഭയുടെ അധ്യക്ഷൻ പാത്രികീസ് സ്വാമിയാണ്. എന്നാണ് നിങ്ങൾക്ക് ഇവിടെ ലോക്കൽ മെത്രാൻ ഉണ്ടായത്? ഇടവഴിക്ക് മെത്രാച്ചൻ വന്നു, പിന്നെ ക്ലീമിസ് മെത്രാച്ചൻ വന്നു, പിന്നെ ഈ മെത്രാച്ചൻ വന്നു, അത്രയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങളില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നവീന സഭയാകും, പുരാതന സഭയാവില്ല. പൈതൃകമായി, പാരമ്പര്യമായി നിങ്ങൾക്ക് എന്നാ ഭരണഘടന ഉണ്ടായി? ഭരണഘടനയ്ക്ക് മുമ്പ് നിങ്ങൾ പാത്രികീസിന്റെ ചൊല്ലും വിളിയും കേട്ടല്ലേ നടന്നത്? ആ പാത്രികീസാണ് നിങ്ങളുടെ അധ്യക്ഷൻ, അല്ലാതെ ഈ സേവേറിയോസ് അല്ല. ഏതപ്പാ കോതമംഗലം എതുവഴി പരിശുദ്ധാത്മാവ് വരും, എതുവഴി പോകും ആർക്കറിയാം എന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ ഇല്ലാതെ, ഡോക്ടറിൻ ഇല്ലാതെ, തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ലാതെ നടക്കുന്ന ഈ സേവേറിയോസ് മെത്രാച്ചനെതിരായിട്ടാണ് മലങ്കരയിൽ ഉയരുന്ന ഓരോ ധൂപവും ഉയരുന്നത്. ധൂപം ഉയർത്തുന്നത് എന്തിനാണെന്നറിയോ? ധൂപം ഉയർത്തുന്നത്, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ധൂപം വീശുന്നത് എന്തിനാ? ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കാതെ ഇറങ്ങി പോടാന്നാണ് പറയുന്നത്. ധൂപം പറയുന്നത് ഇറങ്ങിപ്പോടാ, ഗെറ്റ് ഔട്ട് എന്നാണ് ധൂപം പറയുന്നത്. അല്ലെങ്കിൽ പരിശോധിക്കാം, വക്കീലിനും പരിശോധിക്കാം, ലോ പോയിന്റ് കൊണ്ടുപോവാ. പഴയ കാലത്തൊക്കെ ഈ പള്ളിയിൽ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നവരെ പലരും കാണും.
മനസ്സിലായോ? ഇതേറ്റ് പറയാത്തവനൊക്കെ കാണും. അവരെല്ലാം പുറത്താക്കി പള്ളി അടച്ചിട്ടാ കുർബാന ചൊല്ലുന്നത്. പള്ളി അടക്കാൻ വേണ്ടിയാണ് ഈ പടിഞ്ഞാറ് വശത്തോട്ട് ശുശ്രൂഷകൻ വീശിക്കൊണ്ട് പോകുന്നത്. പഴയ കാലത്ത് അങ്ങനെയാ, വീശി 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 പടിഞ്ഞാറെ കഥ വന്നാൽ ഇത് വീശിയിട്ട് ഈ പടിഞ്ഞാറെ കഥ അടയ്ക്കും. പടിഞ്ഞാറെ കഥ അടച്ച് തഴുതിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇടതുവശത്തും വലതുവശത്തുള്ള കഥകൾ അടച്ചടച്ച് വന്ന് പള്ളിക്കകം ക്ലീൻ, ഇനി കുർബാന തുടരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ധൂവക്കുറ്റിയുടെ ഈ ചങ്ങല ഇങ്ങനെ വിലങ്ങനെ പിടിച്ച് സമാന്തരമായിട്ട് പറഞ്ഞാൽ ക്ലീൻ ആക്കി ലെവലാക്കി എന്നുള്ള സംഗതി. കുർബാന ഉണ്ടെങ്കിൽ തിരുമേനി സംഗതി ഒക്കെ ആയിട്ടുണ്ടെന്ന്. ഇത് കുർബാന എല്ലാം നിൽക്കുന്ന തിരുമേനി മേക്കോ നിൽക്കുക, അത് തിരുമേനിക്ക് വിശ്വാസമില്ല. എടാ, കുർബാന എല്ലാം നിൽക്കുന്ന തിരുമേനിക്ക് വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസമില്ല. പരിശുദ്ധ രൂപ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള ക്ലോസിൽ സംശയമുണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന്. സേവറിയോസിന് ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന്. ഡിസ്പ്യൂട്ട് ഉള്ളവൻ, ഡോക്ട്രിനൽ എറർ ഉള്ളവൻ, ഡിസിപ്ലിൻ ഇല്ലാത്തവൻ, അദ്ദേഹമാണോ നിങ്ങളുടെ മെത്രാൻ? ആ മെത്രാനെ വെച്ചാണോ നിങ്ങളൊരു സഭ സംഘടിപ്പിക്കാൻ മുന്നോട്ട് പോകാന്ന് പറയുന്നത്? ആ ഫാക്ഷനും വെച്ചിട്ട് അതിനാണ് എന്നോട് എതിരിടാൻ വേണ്ടി വരുന്നത്? വാട്ട് നോൺസെൻസ് വക്കീൽ. ഷെയിം ഓൺ യു ഓൾ കനാനൈറ്റ്സ്. കാരണം ഇത്ര മാത്രം ഗൗരവതരമായ ഒരു തെറ്റ് വരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംരക്ഷിക്കുകയാണ്. എന്തിന്? ഒരു വ്യക്തിയെ സംരക്ഷിക്കാനാണ് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ? ഒരു വ്യക്തിയുടെ സ്ഥാപിത താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കുപ്പായം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിറ്റി? ആണോ? എനിക്കറിയത്തില്ല. ഞാനിതാ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒരാൾ മെത്രാനാകേണ്ടത്. പിന്നെ അദ്ദേഹത്തിന് ജീവന്റേതായ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഡിസിപ്ലിനറി ആക്ഷൻ വന്നാൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ അതിനെതിരെ കോടതി പോവല്ല. എന്നിട്ട് കത്തോലിക്കരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ റൂഹ ഏതുവഴിയൊക്കെ വരുന്നെന്ന് ആർക്കറിയാം എന്നൊക്കെ ഒരു ജഗദീഷ് ശ്രീകുമാറിന്റെ സ്റ്റൈലിൽ ഒരു പ്രസംഗം. അത് കഴിഞ്ഞ് മാസങ്ങൾ തികഞ്ഞില്ല, അതിനു മുമ്പ് ദൈവത്തിന്റെ അത്ഭുതം, മാർപ്പാപ്പ വന്നിച്ച് പറഞ്ഞു പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതാണ് സത്യവിശ്വാസം. ഫിലിയോക്കെ ക്ലോസ് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. പുരാതന വിശ്വാസം പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആര് പറഞ്ഞു? റോമിലെ പോപ്പ് ലിയോ, ഇപ്പോഴത്തെ പോപ്പ്. അപ്പൊ ചിങ്ങനക്കത്തിരിക്കുന്ന കനാനാക്കാരുടെ നേതാവിന് സംശയം, ഇയാളാണോ സത്യവിശ്വാസത്തിന്റെ ഏജന്റ്? ഇയാളെയാണോ സന്ദീപ് വക്കീല് ഉയർത്തി കാണിക്കുന്നത്? ഇയാളുടെ കൂടെ നിൽക്കുന്ന സന്ദീപ് വക്കീലാണോ ശുഭപീഡിയൊക്കെ എന്നെ ഉപദേശം പഠിപ്പിക്കാന്ന് പറയുന്നത്? എനിക്ക് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് തരുന്നത്, നോട്ട് എഴുതി തരാമെന്ന് പറയുന്നത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വക്കീലെ, താങ്കൾ ഇത്രയും ഒന്നും വാക്കുകളില്ല. കാരണം എന്ത് വാക്കുകൾ മനസ്സിൽ പൊങ്ങി വരുന്ന എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. അതുകൊണ്ട് എല്ലാ വാക്കുകളെയും ഞാൻ അടക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത ആഴ്ച പാതി നോമ്പാണ്. പാതി നോമ്പ് കുരിശ് ഉയർത്തുമ്പോൾ സുറിയാനി സഭ ഓർക്കുന്ന ഒരു പിതാവ് അബ്ഗാർ രാജാവാണ്. അബ്ഗാർ രാജാവ് കറുത്തവനായിരുന്നു, അല്ല വെളുത്തവനല്ലായിരുന്നു, എടേസലുള്ളവനായിരുന്നു. എടേസലുള്ള കറുത്തവനായ അബ്ഗാർ രാജാവ്. എടേസെന്ന് ഒന്നരെല്ലാം വെളുത്തിരിക്കണമെന്ന് നിർബന്ധിക്കണ്ട. എടേസൽ ഒറിജിനൽ ആൾ കറുത്തായിരുന്നു. കറുത്ത രാജാവ് അദ്ദേഹത്തെ ഓർക്കുകയാണ്. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന് കത്തെഴുതുകയാണ്. അദ്ദേഹത്തിന്റെ കത്തിന് കർത്താവായ യേശു ക്രിസ്തു മറുപടി അയച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം കൈപ്പെടാൻ മറുപടി അയച്ച മറുപടി കത്ത് എഡേസയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വന്തം കണ്ണാൽ കണ്ടു. നിക്കോദിമയിൽ നിന്ന് എഡേസ വരെ താൻ സഞ്ചരിച്ച് ആ കത്ത് കണ്ടു എന്ന് യൂസേബിയസ്, മുമ്പേ താങ്കളുടെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ യൂസേബിയസ് കണ്ടു ബോധ്യപ്പെട്ട് അതേ എഴുതിയിട്ടുണ്ട്. പിന്നീട് കുരിശുദ്ധ കാലത്ത് റോമൻ കത്തോലിക്കർ അതെല്ലാം നശിപ്പിച്ചു. പൗരസ്ത്യ സഭയുടെ മഹത്തായ പാരമ്പര്യങ്ങളും പ്രതീകങ്ങളും ചിഹ്നങ്ങളും എല്ലാം നശിപ്പിച്ചു. ഇന്ന് ഈ സഭയെ വിഴുങ്ങാൻ കത്തോലിക്ക സഭ സമഗ്രമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. സുറിയാനി സഭയുടെ അവസാനത്തെ തരിപു ഇല്ലാതാക്കാനാണ് കത്തോലിക്കര് കരിസ്മാറ്റിക് പ്രസ്ഥാനം കൊണ്ടുവന്നത്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ സുറിയാനി സഭയിലെ ചില വൈദികരെയും ചില മെത്രാച്ചന്മാരെയും പോലും അവർ സ്വാധീനത്തിലാക്കി. സുറിയാനിക്കാരുടെ ഇടയിൽ കേട്ടുകേൾവിയില്ലാത്ത പല കാര്യങ്ങളും, വിശുദ്ധ കുർബാനയെ വണങ്ങുക, കോന്ത ചൊല്ലുക, ഇങ്ങനെയുള്ള കത്തോലിക്ക നടപടികൾ സഭയ്ക്കകത്ത്, പെന്തക്കോസുകാരുടെ കൈകൊട്ട ആർപ്പുവിളി, അലറല്, കാറല്, ഛർദില്, വിറയല്, ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഒക്കെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അനേക സുറിയാനി അച്ഛന്മാര് ഇപ്പോ മൂന്നാം കട മന്ത്രവാദികളെ പോലെ നടക്കുകയാണ്. ഇടയ്ക്ക് നിൽക്കും അങ്ങനെ ഒരു പറയലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഹീനമായിട്ട് ഈ സുറിയാനി സഭയുടെ വിശ്വാസം, പൈതൃകം, പാരമ്പര്യം ഇത് മുഴുവൻ മലങ്കരയിൽ നിന്ന് തുടച്ചു നീക്കി ഇതിനെ മുഴുവൻ കത്തോലിക്കവൽക്കരിക്കുകയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് സുറിയാനിക്കാരൻ പറയേണ്ടത്, അല്ല അങ്ങ് പരിശുദ്ധനാകുന്നല്ല. താക്സാൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ നീ എന്നാണ്. അതിന് കത്തോലിക്കനാണ് ഇല്ലാത്ത ബഹുമാനം കൊടുത്ത് അങ്ങ് പരിശുദ്ധനാകുന്നു. അത് മാനുഷികമായ സൂപ്പർലേറ്റീവ് അല്ലെങ്കിൽ മാനുഷികമായ ബഹുമാന പദമാണ്. ദൈവത്തിന് യോജിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നീ എന്ന് പറയുന്നത്. നീ എന്ന് പറയുമ്പോൾ അത് അതിബഹുമാനത്തിലാണ് വരുന്നത്. അത് ഏറ്റവും താഴെ ഉള്ളവനെ വിളിക്കുന്നതല്ല, അതൊരു സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നതാണ്. കാരണം താങ്കളെന്നോ അങ്ങെന്നോ ഒക്കെ വിളിക്കുമ്പോൾ അത് താരതമ്യമാണ്. താങ്കളെന്നോ അങ്ങെന്നോ വിളിക്കുമ്പോൾ അത് താരതമ്യമാണ്, ഇയാളേക്കാൾ മെച്ചമാണ്. പക്ഷെ നീ എന്ന് വിളിക്കുന്ന അബ്സല്യൂട്ടാണ്. അതുകൊണ്ടാണ് നീ എന്ന് വിളിക്കുന്നത്. കാരണം ബഹുമാന പദങ്ങൾ, ദൈവത്തെ ബഹുമാനിക്കാൻ തക്ക ബഹുമാന പദങ്ങളോ പ്രയോഗങ്ങളോ ഭാഷയിൽ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നീ എന്ന് തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചില ആളുകൾ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ഇങ്ങനെ അത് കൃത്രിമത്വമാണ്, പിതാക്കന്മാരോടുള്ള അവഗണന. അതിന്റെ ആവശ്യമില്ല, നീ എന്ന് തന്നെ വിളിച്ചാൽ മതി. അതായത് കത്തോലിക്ക വൽക്കരണം നടത്തുകയാണ് അങ്ങ് എന്ന് വിളി. എന്താണ് അങ്ങ്?
ഏതംഗമാണ് ദൈവമേ നീ പരിശുദ്ധരാകുന്നത് പറഞ്ഞാൽ ആബ്സല്യൂട്ടാണ്. അതാണ് അതിന്റെ ശരിയായ രീതി. അതിൽ വലിയ ബഹുമാനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ആർക്കും അതിനകത്ത് അസ്വാഭാവികത തോന്നിയില്ല, അഭംഗി തോന്നിയില്ല. ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് എന്നോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അങ്ങെന്ന് വേണം പറയാൻ, നീ എന്ന് പറയരുത്. എനിക്കറിയത്തില്ല എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ സാറെന്ന് വിളിക്കാൻ ദൈവത്തെ. ദൈവം സാറേ നല്ല ബഹുമാനല്ലേ. നമ്മൾ DGP ഒക്കെ കാണുമ്പോൾ സാറേ എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ദൈവത്തെ കാണുന്നത് സാറേ, യേശുവെ സാറേ, സഹായിക്കണേ സാറേ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ വരുമായിരിക്കും. അപ്പൊ ഇതെല്ലാം കത്തോലിക്കവൽക്കരണം. എന്തിനാണ്? സുറിയാനി സഭയുടെ തനിമ, മൗലികത, വ്യതിരിക്തത ഇതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള മതിൽക്കെട്ടുകളെ ഇടിച്ചു തകർത്തിക്കൊണ്ട് കത്തോലിക്ക വെള്ളം ഇതിനകത്തോട്ട് കയറ്റി വിടുകയാണ്. ഈ കത്തോലിക്ക സഭ ഇതിനെ വിഴുങ്ങിക്കളയും. വിഴുങ്ങാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുമായി കഴിഞ്ഞു. ആ വിഴുങ്ങലിന് നമ്മൾ പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്നാനായ സഭയിൽ ഉരുളപൊട്ടലുണ്ടായിട്ടുള്ളത്. ഈ യാക്കോബായ സഭയിൽ ഈ അപഭ്രംശങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എന്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു വനരോധനമായിട്ട് മാത്രം കേട്ടാൽ മതി. അതുകൊണ്ടാണ് വനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഒരു വൈൽഡ് കോളായിട്ട് നിങ്ങൾ കേൾക്കുക. വനരോധനം എന്നേ ഉള്ളൂ. അത് വ്യതിരകരണങ്ങളിൽ വീഴും. പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പൈതൃകം, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ വ്യത്യസ്തത, നിങ്ങളുടെ വ്യതിരിക്തത, നിങ്ങളുടെ വ്യക്തിത്വം ഇത് മുഴുവൻ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഫൈനൽ ചാൻസ് അതാണ്. ആരുണ്ട് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യാൻ? നിങ്ങളുടെ പാരമ്പര്യത്തെ ഹോൾഡ് ചെയ്യാൻ, നിങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ പിതാക്കന്മാർ കുർബാനയല്ലോ അല്ല കുർബാനയല്ല. ഞങ്ങളുടെ കത്തോലിക്കൽ അവിടെ എന്ന് വെച്ച് 950 കെട്ടിക്കുട്ടിയ സിനിമാ പാട്ടിന് ട്യൂണിലുണ്ടാക്കിയ കുർബാനയ്ക്കകത്ത് അങ്ങ് പൊങ്ങ് എന്നൊക്കെ പറയുന്നത് നീ പൊങ്ങണ്ട, നീ എന്തിനാ അങ്ങെന്ന് പറയുന്നത്, നിനക്കുള്ള കുർബാന നീ ചൊല്ല്, ഇതുവല്ല പറ്റുമോ? ഇല്ല. അതിനിടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൂവക്കുറ്റി വീശി അവിശ്വാസികളെ ബഹിഷ്കരിക്കുന്ന പരിപാടി ഉള്ളപ്പോൾ കുപ്പായിട്ട് മധുവായി നിൽക്കുന്നവർ പറയും എനിക്ക് ഇതിനകത്ത് വിശ്വാസം ഇല്ല, ഇതൊക്കെ ആർക്കറിയാവുന്നു. ഇപ്പൊ തൂവക്കുറ്റി കറക്കി അവന്റെ തലക്കെട്ടടിച്ച് അവനെ ഇറക്കി വിടണ്ടേ? അങ്ങനെ ചെയ്താൽ ക്നാനായക്കാരൻ രക്ഷപ്പെടും. അതല്ല ശരി. ഞാൻ പറഞ്ഞു തെറ്റാണ്, നിങ്ങൾക്ക് എന്നെ തിരുത്താം. ക്ഷമ പറയാൻ തയ്യാറാണ്. നാളത്തെ ലൈവ് വന്ന് ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ കൂപ്പുകൈകളോടെ എന്റെ പിഴ എന്റെ ഏറ്റവും വലിയ പിഴ എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇതിനകത്ത് ഏതെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസ പ്രമാണം അറിയാൻ വരാത്ത താങ്കളുടെ മെത്രാനെ പോയി പഠിപ്പിക്കുക, എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ വക്കീലേ.